നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ടി.പി. സെൻകുമാറിന്റെ നിയമനം ഇനിയും വൈകില്ലെന്ന് സൂചന. ഇന്നത്തെ കോടതി വിധി നാളെ തന്നെ നടപ്പാക്കുമെന്ന് വിചാരിച്ചവർക്ക് നിരാശയുള്ളൂവെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന് അതിന്റേതായ സംവിധാനമുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഗോരക്ഷാ പ്രവർത്തകർക്ക് ഊർജ്ജം പകർന്ന് യോഗി ആദിത്യനാഥ്. മുദ്രാവാക്യങ്ങൾ പോരാ, പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന നിർദ്ദേശം. ഗോസംരക്ഷണത്തിന് കേന്ദ്ര സഹായം തേടുമെന്നും പാർട്ടി യോഗത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. VIP സംസ്കാരം പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നു. അംഗത്വ വിതരണത്തിന് തുടക്കം. സംഘടനാ തെരഞ്ഞെടുപ്പ് ഏറ്റുമുട്ടലാകരുത് എന്ന് AK ആന്റണി. കോൺഗ്രസ് സഹായത്തോടെ മത്സരിക്കുമെന്ന ചർച്ചയ്ക്ക് അവസാനം കുറിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 2-ലധികം തവണ മത്സരിക്കേണ്ട എന്ന CPM കീഴ്വഴക്കം പാലിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ റേഷൻ കടകൾ അടച്ചിടും. അനിശ്ചിതകാല സമരം. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് 14,000-ഓളം റേഷൻ കടകൾ തുറക്കില്ലെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. DGP ഓഫീസിന് മുന്നിലെ നടപടിക്ക് വെള്ളപൂശി പോലീസിന്റെ വിശദീകരണം. മഹിജയുടെ അറസ്റ്റ് നിയമവിധേയം. പ്രശ്നമുണ്ടാക്കിയത് സമരക്കാരെന്ന് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ മ്യൂസിയം SI. മോശം കാലത്തെ അതിജീവിക്കാൻ കോൺഗ്രസിനാകുമോ? സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കോൺഗ്രസ് കടന്നു. അംഗത്വ വിതരണത്തിന് തുടക്കമായി. സംഘടനാ തെരഞ്ഞെടുപ്പ് ഏറ്റുമുട്ടലാകരുത് എന്ന് AK ആന്റണി. സമവായമാണ് വേണ്ടത്. സംഘടനാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ ഊർജ്ജസ്വലമാക്കുമെന്നും ആന്റണി പറഞ്ഞു. ദേശീയ തലത്തിൽ മുതിർന്ന നേതാക്കളടക്കം കോൺഗ്രസ് വിട്ടുപോകുന്ന സാഹചര്യത്തിലാണ് തിരിച്ചടികൾ മറികടന്ന് പാർട്ടി ശക്തമായി തിരിച്ചുവരുമെന്ന AK ആന്റണിയുടെ പ്രസ്താവന. സംസ്ഥാനത്തെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടലല്ല, സമവായമാണ് വേണ്ടത്. പരമാവധി കൂടുതൽ പുതിയ പ്രവർത്തകന്മാർക്ക് കൂടി അവസരം നൽകിക്കൊണ്ട് ഏറ്റുമുട്ടലില്ലാതെ സമരത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ആഗ്രഹം. KSU തെരഞ്ഞെടുപ്പിന് ശേഷം AI ഗ്രൂപ്പുകൾ തമ്മിലെ തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ സമവായമെന്ന ആന്റണിയുടെ നിർദ്ദേശം. പുതിയ KPCC അധ്യക്ഷന്റെ കീഴിലാവുമോ സംഘടനാ തെരഞ്ഞെടുപ്പെന്ന ചോദ്യത്തിന് ആന്റണി വ്യക്തമായ മറുപടി നൽകിയില്ല. ഇപ്പോഴേതായാലും ഒരു KPCC പ്രസിഡന്റാണല്ലോ മെമ്പർഷിപ്പ് മേടിച്ചത്. അപ്പോൾ ഇതങ്ങനെ അതിനെക്കുറിച്ച് ഒരു ആശങ്കം വേണ്ട. പലതരത്തിലുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നതുകൊണ്ടാണ്. ഡൽഹിയിൽ ചർച്ച നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ കേൾക്കുന്ന എല്ലാ അഭ്യൂഹങ്ങൾ മാത്രമാണ്. താൽക്കാലിക പ്രസിഡന്റായ MM ഹസന് പകരം സ്ഥിരം പ്രസിഡന്റെന്ന AI ഗ്രൂപ്പുകളുടെ ആവശ്യത്തിൽ ഹൈക്കമാൻഡ് കേരള നേതാക്കളുമായി ചർച്ച നടത്തുമ്പോഴും ഇക്കാര്യത്തിൽ ആന്റണി മറുപടി പറയാത്തത് ശ്രദ്ധേയം. അംഗത്വ വിതരണത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കണമെന്ന നിർദ്ദേശവും നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും. BJP നേതാവ് ശ്രീ MT രമേശ് എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുമുണ്ട്. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, സംഘടനാ തെരഞ്ഞെടുപ്പ് ഏറ്റുമുട്ടലിനുള്ള വേദിയാകരുത് എന്നാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് AK ആന്റണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു പരസ്യ പ്രസ്താവന. അതിന്നിപ്പോൾ അംഗത്വ വിതരണത്തിന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പറഞ്ഞതാണ്. ഇതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം കാലത്ത് പോലും നിങ്ങൾ തമ്മിലടിക്കരുത് എന്ന് നേതാക്കൾക്ക് പരസ്യമായി പറയേണ്ടുന്ന സാഹചര്യമാണ് കോൺഗ്രസിന്. അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം കാലം. ഇതിനെ അതിജീവിക്കാൻ കോൺഗ്രസിനാകുമെന്ന് താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കോൺഗ്രസിന് അത് സാധിക്കുമെന്ന് മാത്രമല്ല, സാധിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ ഒരു ആവശ്യമാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് വലിയ ചരിത്രവും പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു വലിയ ദേശീയ പ്രസ്ഥാനമാണ്. ദേശീയ സമരത്തിന്റെ വലിയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ജവഹർലാൽ നെഹ്റു പോലെ, ലാൽ ബഹദൂർ ശാസ്ത്രി പോലെ, ഇന്ദിരാഗാന്ധിയെ പോലെ അതിപ്രഗത്ഭരായ നേതാക്കന്മാരാൽ നയിക്കപ്പെട്ട ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇപ്പോൾ അവർക്ക് കുറച്ച് ക്ഷീണകാലമാണെന്നുള്ളത് ശരിയാണ്. പല നേതാക്കളും അഴിമതിയുടെ പാപഭാരം പേറുന്നവരാണ്. കുടുംബാധിപത്യത്തിന്റെ ഒരു വലിയ പ്രശ്നം ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്കിൽ പോലും ഇന്ത്യ രാജ്യത്ത് എമ്പാടും വേരുകളുള്ള ശാഖകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പാർട്ടി നിലനിൽക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ആവശ്യമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ദുർബലമാകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഇന്നത്തെ നിലയ്ക്ക് പാർട്ടിയുടെ ഭാഗത്തുനിന്നോ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകാൻ പാടില്ല. ശ്രീ ആന്റണിയുടെ വാക്കുകളിൽ ആ വികാരമാണ് പ്രതിഫലിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും. ഇന്നത്തെ നിലയ്ക്ക് കേരളത്തിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നമുക്കറിയാം ഒരു സംഘടന തെരഞ്ഞെടുപ്പായിട്ട് മാറും. ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള
വൈരത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. VM സുധീരൻ പരമാവധി ശ്രമിച്ചു നോക്കിയതാണ് ഗ്രൂപ്പുകൾ ഇല്ലാതാക്കാൻ. നമുക്കറിയാം അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്ര സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്ക് എത്തി നിൽക്കുകയാണ്. എതിർഭാഗത്ത് അതിശക്തരായ ഒരു വിഭാഗമാണുള്ളത്. അവർക്ക് RSSന്റെ കാഡർ ബലമുണ്ട്, പണമുണ്ട്, നരേന്ദ്രമോദിയെ പോലെ അതിശക്തനായ ഒരു നേതാവുണ്ട്, അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങൾ ധാരാളം പേര്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസ് അശക്തമാണ് അല്ലെങ്കിൽ ദുർബലമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉള്ള ദൗർബല്യം വർദ്ധിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, ഉള്ള സംഘടന സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഊർജ്ജസ്വലരായ നേതാക്കൾ വേണമെന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല. അത് സമവായത്തിൽ കൂടിയും ആകാൻ പറ്റും. തെരഞ്ഞെടുപ്പിൽ കൂടി, വോട്ടെടുപ്പിൽ കൂടി തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എവിടെയും പറഞ്ഞിട്ടില്ല. അവിടെ പരമാവധി എല്ലാ ആളുകളും തമ്മിൽ സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണല്ലോ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ. വേറെ ഒരു മാർഗമില്ലാത്ത ഘട്ടത്തിൽ വോട്ടെടുപ്പ് ആകാം എന്ന് മാത്രമേ ഉള്ളൂ. വോട്ടെടുപ്പ് പൂർണ്ണമായിട്ടും നിരാകരിക്കാൻ കഴിയില്ല. ജനാധിപത്യ സംവിധാനം എന്ന് വെച്ചാൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് എല്ലാവരെയും ഉൾപ്പെടുത്തി ഗ്രൂപ്പുകൾക്കും മറ്റ് താല്പര്യങ്ങൾക്കൊക്കെ അർഹിക്കുന്ന പരിഗണന കൊടുത്തുകൊണ്ട് ഒരു പുതിയ നേതൃത്വം ഉയർന്നു വരണം. നേതൃത്വത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരണം. കോൺഗ്രസ് ഒരു പാർട്ടിക്ക് സ്വയം നവീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ദൗർബല്യങ്ങൾ പരമാവധി ലഘൂകരിച്ച് ശക്തി സ്രോതസ്സുകൾ കൂടുതൽ ചൈതന്യവത്താക്കിക്കൊണ്ട് മാത്രമേ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ പാർട്ടിക്ക് വാർദ്ധക്യ സഹജമായ പല പോരായ്മകളും ഉണ്ടെന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും അതിനെ അതിജീവിക്കാൻ ഈ പാർട്ടിക്ക് സാധിക്കണം. കാരണം അത് പാർട്ടിയുടെ മാത്രം ആവശ്യമല്ല, രാജ്യത്തിന്റെ തന്നെ ഒരു ആവശ്യമായിട്ട് നിലനിൽക്കുന്നു എന്ന ഘട്ടത്തിൽ. അതാണ് ഞാൻ തിരിച്ചു വരാൻ വേണ്ടത്. ജയശങ്കർ, താങ്കളിലേക്ക്. ശ്രീ MT രമേശ്, കോൺഗ്രസ് ഇപ്പോൾ ക്ഷീണകാലത്താണ്. BJP എല്ലായിടത്തും അവരുടെ വ്യാപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. കോൺഗ്രസ് അതിജീവിക്കുമോ എന്ന ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇപ്പോഴുണ്ടായിരിക്കുന്നത് പോലുള്ള ക്ഷീണമുണ്ടായിട്ടുള്ളത്? അത് BJPയുടെ ശക്തി കൊണ്ടാണോ അല്ല അവരുടെ തന്നെ കോൺഗ്രസിന്റെ തന്നെ വീഴ്ച കൊണ്ടാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? അല്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ദുർബലപ്പെടുക തീർച്ചയായിട്ടും അതിൻ്റെ ആന്തരികമായിട്ടുള്ള വൈരുദ്ധ്യം കൊണ്ടും ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുമാണ്. ജനങ്ങളുടെ മുമ്പാകെ ഒരു നിലപാട് അവതരിപ്പിക്കാനില്ലാതിരുന്നാൽ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല. കോൺഗ്രസ് പാർട്ടി അധികാരത്തിന് പോയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവർ 10 വർഷക്കാലം രാജ്യം ഭരിച്ചപ്പോൾ ചെയ്തിട്ടുള്ള ചെയ്തികളുടെ പാപഭാരമാണ്. ഓരോ സംസ്ഥാനത്തും അധികാരത്തിൽ വന്നപ്പോൾ ആ സംസ്ഥാനത്തിൽ ഗവൺമെന്റുകൾ നടപ്പിലാക്കിയിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ കൊണ്ടാണ് ജനങ്ങൾ അവരെ വെറുത്തുപോയത്. അതിന്റെ അർത്ഥം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതായി എന്നൊന്നും ഞാൻ ഈ പറഞ്ഞതിനർത്ഥമില്ല. കോൺഗ്രസ് ഉണ്ട്, പക്ഷേ കോൺഗ്രസിന് ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ഉയരാൻ സാധിക്കുന്ന പാർട്ടിയായി കഴിഞ്ഞില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ സൂചിപ്പിച്ചു കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസിനകത്തൊരു തമാശയാണ്. എത്ര കാലമായി സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നീട്ടിക്കൊണ്ടുപോകുന്നു? എന്ത് തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിനകത്തുള്ളത്? ഒരു ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ വിവിധ തരത്തിലുള്ള നേതൃത്വത്തെ മാറ്റുക, അതിനകത്തുള്ള പ്രവർത്തകന്മാർക്ക് അഭിപ്രായം പറയാനുള്ള അവസരമുണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദർഭം, ഒരു ജനാധിപത്യവൽക്കരണം കോൺഗ്രസിനകത്തുണ്ടോ? കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് ഒരു കുടുംബത്തിന്റെ ചുറ്റും സഞ്ചരിക്കുന്ന പാർട്ടി എന്നുള്ളതിലൊക്കെ അവർ മാറണം. ഇപ്പോഴും കോൺഗ്രസ് ഒരു കുടുംബത്തെ, ഒരു രാഷ്ട്രീയ പിൻബലമില്ലെങ്കിലും ഒരു കുടുംബത്തിൽ പിറന്നുപോയി എന്നുള്ളത് കൊണ്ട് നേതാക്കന്മാരെ പ്രതിഷ്ഠിക്കുകയാണ്. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നത്? രാഹുൽ ഗാന്ധി കോൺഗ്രസ് പോലെയുള്ള, നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ദശാബ്ദക്കാലത്തെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് എത്തുക എന്നുള്ളത് രാഹുൽ ഗാന്ധി എത്തിയത് സോണിയാഗാന്ധിയുടെ മകനായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ മകനായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ പിൻബലമാണുള്ളത്? ഇത് മാറ്റാൻ കോൺഗ്രസ് തയ്യാറായാൽ, കോൺഗ്രസ് കാലഘട്ടത്തിനനുസരിച്ചുള്ള പാർട്ടിയായിട്ട് മാറാൻ സാധിക്കുന്നില്ല. ഒരു കുടുംബാധിപത്യം, ഒരു കുടുംബത്തിന്റെ ഒരു സ്വകാര്യ പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുകയാണ്. കോൺഗ്രസിന്റെ അപജയം. പക്ഷേ അത് അടുത്ത കാലത്തൊന്നും അതിൽ നിന്ന് അവർ മാറാൻ തയ്യാറില്ല. ഇപ്പോഴും നെഹ്റു കുടുംബത്തിന്റെ ചുറ്റും രാഹുൽ ഗാന്ധിയുടെ ചുറ്റുപാടും സഞ്ചരിക്കുന്ന ഒരു വണ്ടിയായിട്ട് കോൺഗ്രസ് മാറുകയാണ്. അതുള്ളിടത്തോളം കാലം കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സംഘടനാ തെരഞ്ഞെടുപ്പ്, അംഗത്വ വിതരണം എന്നൊക്കെ കേട്ടാൽ കോൺഗ്രസുകാർക്ക് തന്നെയും ആത്മവിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിന് പുറത്തുള്ള ആളുകൾക്ക് ഒരു തമാശ എന്ന മട്ടിൽ കാണാവുന്ന രാഷ്ട്രീയ പ്രക്രിയയായിട്ട് മാറിയിട്ടുണ്ട് നാട്ടിൽ എന്ന് വിലയിരുത്തുന്ന ആളുകൾ നിങ്ങളുടെ രാഷ്ട്രീയ എതിർപക്ഷത്തുള്ള ആളുകൾ മാത്രമല്ല, രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്ന ആളുകൾക്കാകെ തന്നെയും അങ്ങനെ ഒരു അഭിപ്രായം വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസിന് ബദലായിട്ട് കോൺഗ്രസിനേക്കാൾ ശക്തമായിട്ടുള്ള ദേശീയ പാർട്ടി എന്ന നിലയിൽ BJP അതിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നത് ഇക്കാലങ്ങളിൽ കാണാനുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ മോശം കാലമാണ്. ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ താങ്കളുടെ പാർട്ടിക്ക് അകത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇന്നിപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്ന സമയത്ത് പോലും രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള അഭിപ്രായങ്ങൾ കുറേ ദിവസങ്ങളായി കാണാനും കേൾക്കാനുമില്ലാത്ത ആ പാർട്ടിയുടെ, താങ്കളുടെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളുള്ള ഒരാൾക്ക് നിങ്ങൾ തമ്മിൽ തല്ലരുത് എന്നാണ് നാട്ടുകാർക്ക് മുന്നിൽ വന്ന് പറയാനുള്ള ഒരു പ്രസ്താവനയായിട്ടുള്ളത്. AK ആന്റണിയുടെ പ്രസ്താവനയായിട്ട് കുറേ കാലത്തിന് ശേഷം കേൾക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് പരസ്പരം പോരാട്ടത്തിനുള്ള വേദിയാക്കരുത് എന്ന് പറയുന്നതായിട്ടാണ്. നിങ്ങൾ നേരായ വഴിക്ക് തന്നെയാണോ? കോൺഗ്രസ് ഭാവിയിൽ
ഭാവിയിൽ ഈ പറയുന്ന മോശം കാലത്തെ അതിജീവിക്കാനാകുന്ന ശേഷി അതിനുണ്ടോ? ശ്രീ എ കെ ആന്റണി ഒരുപക്ഷെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച വികാരം 2 ദിവസത്തിനു മുമ്പ് കർണാടകത്തിലെ BJP-ക്കാർ തെരുവിൽ കിടന്ന് തമ്മിലടിക്കുന്ന കണ്ടിട്ടായിരിക്കാം. യെദ്യൂരപ്പയും വേറൊരു അപ്പയും തമ്മിൽ, 2 അപ്പമാർ തമ്മിൽ പരസ്യമായി യോഗങ്ങൾ വിളിച്ച് അവിടെ കിടന്ന് പരസ്പരം തല്ലുന്ന കാഴ്ച കണ്ട് ആ BJP-യിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കോൺഗ്രസിനകത്ത് ആവർത്തിക്കാതിരിക്കണമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എ കെ ആന്റണി അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും MD രമേശ് കോൺഗ്രസിന് വിട്ടുകൊടുക്കണം. അതും കൂടെ BJP-ക്ക് തൽക്കാലം വിട്ടുതരാൻ ആവില്ല. കാരണം ബാക്കിയെല്ലാം BJP-ആണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ സ്ഥാനാർത്ഥിയായി വന്നത്? എങ്ങനെയാണ് അമിത്ഷാ BJP-യുടെ ഇന്ത്യയുടെ പ്രസിഡന്റായത്? എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പൂർവ്വകാല ചരിത്രം എന്താണെന്നറിയാം. അവർ ഗുജറാത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യകളും നരഹത്യയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ അത്തരം പൊതുജനാഭിപ്രായമില്ലാത്ത 2 പേരെ BJP കൊണ്ടുവന്ന അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അതുപോലെ എല്ലാവരെയും ഒതുക്കി, എല്ലാവരെയും സൈഡ് ലൈൻ ചെയ്ത് അവര് നേതാവായി നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഞങ്ങളാരും ചോദ്യം ചെയ്തില്ലോ. ഞങ്ങൾ ആരെങ്കിലും അഭിപ്രായ പ്രകടനം പറഞ്ഞോ? BJP-യുടെ പ്രസിഡന്റ് ആരാകണം, BJP-യുടെ പ്രധാനമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം BJP-ക്കാണ്. അതുകൊണ്ട് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രസിഡന്റ് ആക്കാം, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാം. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആര് ഇതിനെ നയിക്കണമെന്ന് തീരുമാനിക്കും? നെഹ്റു കുടുംബത്തിൽ നിന്ന് അകത്ത് വേണോ പുറത്തുനിന്ന് വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിനകത്ത് കയറി ആരും കളക്കേണ്ട കാര്യമില്ല. പിന്നെ നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യവും ചരിഷ്മയെക്കുറിച്ച് വിവരമില്ലാത്ത ചില ആളുകൾ നെഹ്റു കുടുംബത്തെ പലപ്പോഴും അപമാനിക്കാറുണ്ട്, തമസ്കരിക്കാറുണ്ട്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണിവർ. അതുപോലെ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇന്ത്യൻ ജനകോടികളുടെ മനോമുകുരത്തിൽ നിന്ന് പുറത്താകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഒരുപക്ഷെ നെഹ്റു കുടുംബത്തെ ചെറുതാക്കി കാണിക്കുന്നത്. നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും വരെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ജനാധിപത്യം ഉണ്ടോ എന്നോ എന്ന് ഇപ്പൊ MD രമേശിനെ KPCC യോഗം നടക്കുമ്പോൾ അതിൽ വിളിക്കാൻ പറ്റത്തില്ലല്ലോ. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം വിളിക്കുമ്പോൾ അതിനകത്ത് MD രമേശിനെ പ്രത്യേക ക്ഷണിതാവായി വിളിക്കാൻ പറ്റത്തില്ല. വിളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് രമേശിന് കൂടി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കാരണം ഇതിനകത്ത് തെരഞ്ഞെടുപ്പുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇവിടെ ഇന്നും ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ചർച്ചകളും പ്രവർത്തനവും നടക്കുന്ന ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. ഇന്നിപ്പോ നമുക്കറിയാം കോൺഗ്രസിൽ ഒരു മെമ്പർഷിപ്പ് ഡ്രൈവ് ആരംഭിച്ചു. മെമ്പർഷിപ്പ് ശ്രീ എ കെ ആന്റണി തന്റെ ബൂത്തിലെടുത്തു. KPCC പ്രസിഡന്റ് MM ഹസൻ അടക്കം അദ്ദേഹത്തിന്റെ ബൂത്തിൽ പരസ്യമായി വീടുകൾ കയറി ഇറങ്ങി മെമ്പർഷിപ്പ് കൊടുത്തു. അത് മെമ്പർഷിപ്പിന്റെ ക്യാമ്പയിൻ ആരംഭിച്ചു. മാത്രമല്ല ഡിസംബർ 31 എന്നുള്ള ഒരു അൾട്ടിമേറ്റം മാറ്റി ഒക്ടോബർ 31-നകത്ത് കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ബൂത്ത് തലത്തിൽ മെമ്പർഷിപ്പ് കൊടുത്ത് ആ മെമ്പർഷിപ്പ് എടുത്ത ആളുകളുടെ യോഗം വിളിച്ചുകൂട്ടി ആ യോഗത്തിനകത്താണ് ഒരു സമവായത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. സ്വാഭാവികമായി ഒന്നിലധികം ആളുകൾ വന്നാൽ യോഗ്യതയുടെ ആളിനെ പ്രസിഡന്റാക്കി ഒരു ബൂത്ത് ബ്ലോക്ക് ഡെലിഗേറ്റ് ആക്കി വേണമെങ്കിൽ ഒരു സമവായമാകാം. അതേസമയം ബൂത്തിൽ ഒരാൾ സമവായത്തിന് ശ്രമിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വേണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകും. അത്തരം ഒരു സമവായത്തിലൂടെ നേതാക്കന്മാരെ കണ്ടെത്തുന്ന ഒരു പ്രവണതയാണ് അഭികാമ്യമെന്ന് ശ്രീ എ കെ ആന്റണി പറഞ്ഞാൽ അതേ സതുദ്ദേശപരമായി കാണേണ്ടതിന് പകരം ദുഷ്ടലാക്കോടുകൂടി ആ പ്രസ്താവനയെ ചിത്രീകരിച്ച് കോൺഗ്രസിന്റെ മുഖം വികൃതമാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഒരു തീർച്ചയായും അങ്ങനെ ആക്ഷേപിക്കാവുന്നതാണ്, ആരോപിക്കാവുന്നതാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. പക്ഷേ ഈ പറയുന്ന തരത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഫലമുണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഫലമുണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് നാട്ടുകാർക്കും കോൺഗ്രസിന്റെ അണികൾക്കുമെങ്കിലും ഇതിൽ വിശ്വാസം വരുന്നുണ്ടെങ്കിൽ അതിന് തെളിവായിട്ട് തെരഞ്ഞെടുപ്പ് വിജയങ്ങളും മറ്റുമൊക്കെ വേണമല്ലോ. എല്ലാ കാലത്തും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിന്നോട്ട് പോവുകയാണ് എല്ലായിടത്തും എന്നാണല്ലോ കോൺഗ്രസിന്റെ നില. അപ്പോൾ തന്നെയും നിരവധിയായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ പലയിടങ്ങളിലായിട്ട് BJP-യിലേക്ക് പോയി ചേരുന്നു. അപ്പോൾ നിങ്ങളുടെ പോക്ക് നേരായ വിധത്തിലല്ല എന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും പറയാവുന്നതേ ഉള്ളൂ. അതേ ശ്രീ MT രമേശ് പറഞ്ഞിട്ടുമുള്ളൂ. ഈ പാർട്ടി യഥാർത്ഥത്തിൽ ഇങ്ങനെ വരുന്ന ആക്ഷേപങ്ങളെയെല്ലാം ആരോപണങ്ങളെയും വിമർശങ്ങളെയും എല്ലാം തള്ളിക്കളയുക, സമവായത്തിലൂടെ ഞങ്ങളുടെ നേതാക്കളെ തെരഞ്ഞെടുത്തു കൊള്ളാം എന്ന് സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ പരിഹാസ്യമായ വിധത്തിൽ നീണ്ടുപോയിട്ടും അതിനു വേണ്ടിയിട്ട് പറയുക. എന്നാൽ അതേസമയം തന്നെ പാർട്ടിക്ക് ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് കുതിപ്പോ മുന്നോട്ട് പോക്കോ ഒന്നും ഉണ്ടാക്കാനാകാത്ത ഒരാളെ നെഹ്റു കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന നിലക്ക് നേതൃസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുക, അതിനകത്ത് പരിഹാസ്യമായ ചിലതില്ലേ?
ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പാർട്ടിക്കകത്ത് നിന്ന് ഒരു ജന്മം കൊണ്ട് നേടാവുന്ന മുഴുവൻ നേടിയ ചില ആളുകളുണ്ട്. ഒരു സംസ്ഥാനത്തായാലും രാജ്യത്തായാലും നേടാവുന്ന പരമാവധി നേടിയതിനു ശേഷം എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരു പ്രായമെത്തിയപ്പോൾ 80-82 വയസ്സ് കഴിഞ്ഞപ്പോൾ പലരും കോൺഗ്രസിനെതിരെ രംഗത്ത് വരികയും BJPക്ക് അനുകൂലമായി പ്രസ്താവന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രസ്താവന നടത്തുന്ന ആളുകളോട് എന്ത് അനീതിയാണ് ഈ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ളത്? അവരെ സംസ്ഥാനത്തെ മന്ത്രിമാരാക്കിയതാണോ? അവരെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരാക്കിയതാണോ? അവരെ കേന്ദ്രമന്ത്രിമാരാക്കിയതാണോ? അവരെ AICC വർക്കിംഗ് കമ്മിറ്റി എടുത്താണോ? അവരെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആക്കിയതാണോ? ഒരു ജന്മം മുഴുവൻ ഈ പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടിയെ കൊണ്ടാകാവുന്ന മുഴുവനായി ഇനി ഈ പാർട്ടി നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. മറ്റൊരു പാർട്ടിയിൽ പോയാൽ അധികാരമുള്ള മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയി അവരെ പ്രകീർത്തിച്ച് അവരുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുന്നെങ്കിൽ അതും വാങ്ങിച്ച് വയസ്സുകാലത്ത് അതുകൂടി അനുഭവിച്ചിട്ട് കുഴിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്ന ചില ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ സമീപനം നമുക്ക് ആർക്കും ഭൂഷണമല്ല. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോക്കും, പരാജയപ്പെടും, ജയിക്കും. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് വിജയവും പരാജയവും. പണ്ടൊരു കാലത്ത് BJPക്ക് 2 പേരാ, അത് 88ആയി, 113ആയി, ഇപ്പൊ 3-2 ഭൂരിപക്ഷമായി. അതുപോലെ 54 വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഇനി കുറെ ഭരിക്കട്ടെ. ഇവിടെ 10 കൊല്ലക്കാലം നമുക്കറിയാം ഒരു ഭൂരിപക്ഷവും ഇല്ലാതെ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചില്ലേ? നരേന്ദ്രമോദിക്ക് ഇപ്പൊ 3-2 ഭൂരിപക്ഷമുണ്ട്, അദ്ദേഹം ഭരിക്കട്ടെ. ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ ശക്തിയും സ്വാധീനവും അധികാരത്തിന്റെ കോലുപയോഗിച്ചല്ല അളക്കുന്നത്. 35 വർഷക്കാലം ബംഗാൾ ഭരിച്ച CPM ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നില്ല. അതിന്റെ അർത്ഥം അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഉന്മൂലനം ചെയ്യപ്പെട്ടെന്നാണോ? അല്ല, ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും. ഇപ്പോ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ വരുമ്പോൾ, ഭരണവിരുദ്ധ വികാരം വരുമ്പോൾ തുടർച്ചയായി അധികാരത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ നിന്ന് പുറത്താകുകയും പകരം ആരാണോ പ്രതിപക്ഷത്തിരിക്കുന്നത് അവർ അധികാരത്തിൽ വരികയും ചെയ്യും. ഇതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി ആനി രാജ, CPI നേതാവ്, ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ആനി രാജ, കോൺഗ്രസ് നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. BJP അതിന്റെ രാഷ്ട്രീയം രാജ്യം മുഴുവൻ പടർത്തുകയാണ്. അത് ജനാനുകൂലമായിട്ടുള്ള പ്രസ്താവനകളിലൂടെയും നിലപാടുകളിലൂടെയുമാണെന്ന് സ്ഥാപിക്കാൻ BJPക്ക് സാധിക്കുന്നുമുണ്ട്. ഇന്ന് നടത്തിയ മൻ കി ബാത്തിലും പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായി തോന്നുന്ന എല്ലാവരും VIPകളാണ് എന്ന പ്രസ്താവന അങ്ങോട്ട് നടത്തി. RSS മേധാവി ഇന്ന് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസം അടക്കമുള്ള പ്രത്യയശാസ്ത്രങ്ങളെല്ലാം തന്നെ കാലഹരണപ്പെട്ട് കഴിഞ്ഞു, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ് രാജ്യത്തും അതുവഴി ലോകത്താകെ തന്നെയും രാജ്യത്തെ പ്രതിനിധീകരിച്ചുണ്ടാവുക എന്ന. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, നിരവധിയായുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അദ്ദേഹം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പുകൾ മാറിമറിഞ്ഞു വരും എന്നൊക്കെ പറയുമ്പോൾ തന്നെയും കോൺഗ്രസ് പ്രായം ചെന്നൊരു രാഷ്ട്രീയ പാർട്ടി കൂടെയാണ്. നേതാക്കൾക്ക് തന്നെയും വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ തെളിവുകൾ അവർ BJPയിലേക്ക് പോകുന്നതായി കാണാനൊക്കെയുണ്ട്. കോൺഗ്രസ് ഈ കാലത്തെ അതിജീവിക്കും എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ താങ്കൾ കണക്കാക്കുന്നുണ്ടോ? കോൺഗ്രസ് പാർട്ടിയെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ ഞാൻ സംസാരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ ഇതുവരെയുള്ള ചർച്ചകളൊന്നും കേട്ടതുമില്ല. അതിന്റെ നേതൃത്വത്തെക്കുറിച്ചോ അതിന്റെ അകത്തുള്ള ഇന്റേണൽ ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ ആവാം ഇതുവരെയും ചർച്ച നടത്തുന്നത്. ആ വിഷയങ്ങൾ പരാമർശിക്കുന്നതിന് അത് ആ പാർട്ടിയുടെ ഒരു ആഭ്യന്തരമായിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള കാര്യമാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കുന്നു. എന്നാൽ താങ്കൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് വെല്ലുവിളി നേരിടുന്നു, അതേപോലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ നേരിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ BJP ഒരു വെല്ലുവിളിയെ നേരിടുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് ഇന്ത്യയിൽ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട്. BJP നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി 1 വർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് 3 വർഷം കഴിയുമ്പോൾ 2 ലക്ഷം തൊഴിലവസരങ്ങൾ മാത്രം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ BJPയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. അവര് ആ വെല്ലുവിളികളെ മറികടക്കുന്നത് നമ്മൾ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെ എല്ലാം സുഖിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും സമന്മാരാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എങ്കിൽ ആ പറഞ്ഞതിൽ വാസ്തവമുണ്ടെങ്കിൽ കാശ്മീരിലെയും ഛത്തീസ്ഗഡിലെയും കന്യാകുമാരി വരെയുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ BJP നരേന്ദ്രമോദി ആ പറഞ്ഞതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും സാധിക്കും. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. അതാണ് BJP. ആ വെല്ലുവിളിയാണ് BJP നേരിടുന്നത്. നമ്മുടെ വിഷയം BJP അല്ല, കോൺഗ്രസ് ആണ്. ഈ പറയുന്ന തരത്തിലുള്ള BJP വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ, രാഷ്ട്രീയ സംഗതികൾ ഉണ്ടെങ്കിൽ അവ നാട്ടുകാർക്ക് മുന്നിൽ എത്തിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കോൺഗ്രസിനാണല്ലോ. അതുവഴിയാണല്ലോ കോൺഗ്രസിന് തന്നെയും പുനരുജ്ജീവനം ഉണ്ടാവുക.
അതുണ്ടാകുന്നതായി കാണുന്നുണ്ടോ? കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അവരെ രക്ഷപ്പെടുത്താനും അതുവഴി ഈ പറയുന്ന BJPയുടെ ദോഷപരമായിട്ടുള്ള വശങ്ങൾ, ഒളിച്ചുവെക്കപ്പെടുന്ന വശങ്ങൾ നാട്ടുകാരെ കാണിക്കാനും സാധിക്കുന്നുണ്ടോ? അതിലവർ വീഴ്ചയല്ലേ വരുത്തുന്നത്? അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ BJP എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കമ്മ്യൂണൽ ഫാസിസ്റ്റ് ശക്തികൾ ഒരു വലിയ വെല്ലുവിളിയായി നമ്മളുടെ അത് ഇടതുപക്ഷങ്ങൾ ചാനലുകളിൽ പറയുന്നതോ അല്ലെങ്കിൽ മൈക്ക് കെട്ടിയാൽ പൊതുയോഗങ്ങളിൽ പറയുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ നേരിട്ട് കാണുന്ന സംഭവങ്ങളാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി, ഇന്നത്തെ സാഹചര്യത്തിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടി മാത്രം വിചാരിച്ചാൽ ആ വലിയ വെല്ലുവിളിയെ നേരിടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ജനാധിപത്യ മതേതര ശക്തികളെല്ലാം ഈ ചലഞ്ചിനെതിരായിട്ട് നിലകൊള്ളേണ്ടതുണ്ട് എന്ന നിലപാട് CPI സ്വീകരിച്ചിട്ടുള്ളത്. ശ്രീ MT രമേശ്, ഈ പറയുന്ന കോൺഗ്രസിന് ക്ഷീണമുണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ശ്രീ MT രമേശ്. പക്ഷെ അത് അവർക്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് താഴോട്ട് നിങ്ങളുടെ പാർട്ടിയിലേക്ക് പലയിടങ്ങളിലായി വന്ന് മാറിച്ചേർന്നിരിക്കുന്ന പ്രായം ചെന്ന നേതാക്കളും കഴിഞ്ഞാലും നേതാക്കളുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകൾക്ക് ആവേശത്തോടുകൂടി ഇപ്പോഴും അവരുടെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. ഈ പറയുന്ന സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ എത്രക്ക് പരിഹാസ്യമായിട്ട് ആയാലും അതിനോട് വിശ്വസിക്കുന്ന കുറേയേറെ അണികൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുമായിട്ട് ആ പാർട്ടിക്ക് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് വല്ലാത്ത തോതിൽ അവരെ തള്ളിക്കളയുന്നത് ഗുണകരമാവുകയില്ല എന്ന. അല്ല, ഞങ്ങൾ തള്ളിക്കളയുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലല്ലോ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ദൗർബല്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. അത് ഞങ്ങളുടെ കടമയാണ്. ആ ദൗർബല്യത്തെ അതിജീവിക്കാൻ അവർ പരിശ്രമിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരാവണമെന്ന് ഞാൻ അങ്ങനെ അഭിപ്രായം പറയാം. എനിക്ക് അഭിപ്രായമില്ല, ഞാനോട്ട് തീരുമാനിക്കുന്നില്ല. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരാവണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ്. പക്ഷെ ഞാൻ സൂചിപ്പിച്ചത് കാലാകാലമായിട്ട് കോൺഗ്രസിനകത്ത് നേതാക്കന്മാരില്ലാത്തത് കൊണ്ടല്ലല്ലോ നെഹ്റു കുടുംബത്തിലെ ആളെ മാത്രം അവർ പരീക്ഷിക്കുന്നത്. അപ്പം നെഹ്റു കുടുംബത്തിന്റെ ഒരു കരിഷ്മ, ആ കരിഷ്മ കൊണ്ട് മാത്രം രക്ഷപ്പെടാമെന്ന് വിശ്വസിക്കുന്നു കോൺഗ്രസ്. പുതിയ കാലഘട്ടത്തിൽ അത് നടക്കുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അവർ കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറല്ലെങ്കിൽ അവർ മാറണ്ട. അപ്പോൾ സ്വാഭാവികം ഞാൻ ചൂണ്ടിക്കാണിച്ചത് രാഷ്ട്രീയ പാർട്ടിയിൽ ആ പാർട്ടിയിൽപ്പെട്ട ഏതൊരാൾക്കും നേതൃത്വ തലത്തിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുമോ? കോൺഗ്രസിനകത്ത് ഒരു നേതൃപദവിയിൽ എത്തണമെങ്കിൽ നെഹ്റു കുടുംബത്തിൽ ജനിക്കണം. അത് ജനിച്ചാൽ മാത്രം മതി, മറ്റൊരു രാഷ്ട്രീയ പിൻബലവും ആവശ്യമില്ല. ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? രാജ്മോഹൻ ഉണ്ണിത്താൻ ജനിച്ചത് നെഹ്റു കുടുംബത്തിലല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതാണ് പ്രശ്നം. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ച മാഹാത്മ്യം കൊണ്ടല്ല. അവർ പ്രവർത്തനം നടത്തിയിട്ടാണ്. അങ്ങനെ നേതൃത്വത്തിൽ എത്താൻ എല്ലാവർക്കും സാധിക്കും. അത് കോൺഗ്രസിനകത്ത് സാധിക്കാതെ പോകുന്നതുകൊണ്ടാണ്, കോൺഗ്രസിനകത്ത് ഒരു പരിധിക്കപ്പുറത്ത് അത്തരം നേതാക്കന്മാരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസിന്റെ കുഴപ്പം. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളതൊക്കെ എന്റെ നിരീക്ഷണമാണ്. ഞാൻ കാണുന്ന ഒരു കാര്യം അതാണ്. അത് പരിഹരിക്കാൻ കോൺഗ്രസുകാർ പരിശ്രമിക്കുന്നില്ല. അവർ പരിശ്രമിക്കരുത് എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അവർ പരിശ്രമിച്ച് കോൺഗ്രസ് രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുമോ? പരിശ്രമിക്കരുത് എന്ന ആഗ്രഹമുള്ള ആളാണ്. എന്റെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി കുറച്ചു കാലം കൂടി തന്നെ കോൺഗ്രസിനകത്ത് തുടരണം. കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസിന് ഗുണകരമാവില്ല, പക്ഷെ BJPക്ക് രാഹുൽ ഗാന്ധി ഒരു അസറ്റാണ് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. അദ്ദേഹം അവിടെ ഉള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത്. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ MT രമേശ് പറയുന്ന BJPക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളിൽ വളരെ പ്രസക്തമായ ഒരു സംഗതി, ഒന്ന്, ഈ ജവഹർലാൽ നെഹ്റു, ഗാന്ധി, മഹാത്മാഗാന്ധി കാലത്തെ കാര്യങ്ങളെ എല്ലാ കാലത്തും ഇങ്ങനെ മനസ്സിലേക്ക് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ആളുകളല്ല പുതിയ ചെറുപ്പക്കാർ ഉയർന്നു വരുന്നത്. അവർ കാണുന്നത് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലത്തിന് ശേഷമുള്ള രാജ്യത്തെയാണ്. അവർക്ക് ഈ ചരിത്ര പാഠപുസ്തകങ്ങളിൽ ചരിത്രം പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം പ്രസക്തമായുള്ള കാര്യമാണ് ഈ സ്വാതന്ത്ര്യം നേടിയ സംഗതികളൊക്കെ. ഈ പറയുന്ന സമീപകാലത്തുള്ള സോണിയാഗാന്ധിയുടെയൊക്കെ പ്രവർത്തനം പോലും അവർക്ക് വിദൂരമായിട്ടുള്ള ഓർമ്മ മാത്രമാണ്. അവർ കാണുന്ന കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണ്. അവർ കാണുന്ന BJP നരേന്ദ്രമോദിയുടെ വലിയ അധികായനായിട്ടുള്ള നേതാവിന്റെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. ആ ഘട്ടത്തിൽ കോൺഗ്രസ് ഒരു കാലത്ത് നെഹ്റു കുടുംബമൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ആ കുടുംബത്തിൽ ഇളമുറക്കാരെ നയിക്കുക എന്ന കോൺഗ്രസുകാർക്ക് മാത്രം മനസ്സിലാകുന്ന ലോജിക്ക് ആ പാർട്ടിയുടെ അതിജീവനത്തിനും ഭാവിക്കും ഗുണകരമാവുകയില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ BJPക്കകത്ത് മാത്രമല്ല പുറത്തും നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. താങ്കൾ അക്കൂട്ടത്തിൽ വരുമോ? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് നെഹ്റു കുടുംബത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധിയെ നേതൃസ്ഥാനത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നതാണോ? അത് മാത്രമല്ല,
അതൊരു ചെറിയ ഘടകം മാത്രം, പല ഘടകങ്ങളും ഒരു ഘടകം മാത്രം. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഈ പാർട്ടിയെ നയിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ലേ പാർട്ടി പിന്തള്ളപ്പെട്ടു പോയിട്ടുള്ളത്. അങ്ങനെ അതൊരു ചരിത്രം, അത് ആ വിശകലനം തെറ്റാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട്. ആ പാർട്ടിക്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ UPA സർക്കാരിന്റെ കാലത്തുണ്ടായ വലിയ അഴിമതി ആരോപണം, 1,65,000 കോടി അഴിമതി എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ല, അതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെയുള്ള അഴിമതി ആരോപണങ്ങളുടെ ഒരു പാപഭാരമുണ്ട്. മറ്റു തരത്തിലുള്ള സംഘടനാപരമായ ദൗർബല്യമുണ്ട് UP, ബീഹാറിൽ. അങ്ങനെ പല പ്രധാന സംസ്ഥാനങ്ങളിൽ നമ്മൾ ഗംഗാ സമതലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറ മിക്കവാറും ശിഥിലമായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലും ഇപ്പൊ ഗുജറാത്തിൽ എത്രയോ തവണയായിട്ട് തെരഞ്ഞെടുപ്പ് തോറ്റുകൊണ്ടിരിക്കുമ്പോഴും കോൺഗ്രസിന്റെ വോട്ട് ചെയ്യുന്ന ആളുകൾ അവിടെ തന്നെ ഉണ്ട്. വോട്ട് ബേസ് പോയിട്ടില്ല. UPയിലോ ബീഹാറിലൊക്കെ സംഭവിച്ച പോലെ വോട്ട് ബേസ് ശിഥിലമായിട്ടില്ല. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആൾ ഇപ്പോഴും അവിടെ ഉണ്ട്. മധ്യപ്രദേശിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. പക്ഷെ അവർക്ക് ജയിക്കാൻ കഴിയുന്നില്ല. അതെന്ന് വെച്ചാൽ സംസ്ഥാന തലത്തിൽ ഭാവനാപൂർണമായ നേതൃത്വമില്ല. നരേന്ദ്രമോദിയോട് എതിർക്കാൻ പറ്റിയ ഒരു നേതാവ് ഗുജറാത്തിലില്ല. ശിവരാജ് സിംഗ് ചൗഹാനോട് എതിർക്കാൻ പറ്റിയ നേതാവ് മധ്യപ്രദേശിലില്ല. അവിടെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ദൗർബല്യം സംഭവിക്കുന്നു. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല. പിണറായി വിജയനോട് എതിർക്കാൻ പറ്റുന്ന നേതാക്കന്മാര് കോൺഗ്രസിലുണ്ട്. ഉമ്മൻചാണ്ടിക്ക് വേണമെങ്കിൽ എതിർക്കാം, രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ എതിർക്കാം. ശക്തരായ നേതാക്കന്മാരും ഇപ്പോൾ പാർട്ടിക്ക് 2ാം തരം 3ാം തരം നേതൃത്വമുണ്ട്. ആ രീതിയിലുള്ള ഒരു ദൗർബല്യം പല സംസ്ഥാനങ്ങളിലുണ്ട്. കോൺഗ്രസിൽ വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട്. കോൺഗ്രസ് എപ്പോ വേണമെങ്കിൽ ജയിക്കാം. ശക്തനായ ഒരു നേതാവിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മതി. പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. പല സംസ്ഥാനങ്ങളിലും ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസ് ആണ് എണ്ണം കൊണ്ട് അല്ലെങ്കിൽ അംഗബലം കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ ജയിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആ ഒരു ജയിക്കാനുള്ള കഴിവുണ്ടല്ലോ, ആ സാധനം കോൺഗ്രസിൽ ഇപ്പോൾ കമ്മിയാണ് പല സംസ്ഥാനങ്ങളിലും. അപ്പൊ അതിന്റെ ഒരു കാരണം പ്രബലരായ നേതാക്കന്മാരെ സംസ്ഥാന തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി അവർ പരീക്ഷിക്കുന്ന നേതാക്കന്മാർക്ക് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് ജ്യോതിരാദിത്യ സിന്ധ്യ നോക്കുക, നല്ലൊരു ചെറുപ്പക്കാരൻ, രാജകുടുംബത്തിന്റെ പിൻബലമുണ്ട്, രാഹുൽ ഗാന്ധിക്ക് പ്രിയപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് മധ്യപ്രദേശിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതൊരു ഘടകമല്ലേ. അതുപോലെ സച്ചിൻ പൈലറ്റിനെ നോക്കുക, വളരെ ചെറുപ്പക്കാരനാണ്, സുന്ദരനാണ്, യോഗ്യനാണ്, മരിച്ചുപോയ രാജേഷ് പൈലറ്റിന്റെ മകനാണ്. ആർക്കും ഒരു ആക്ഷേപം പറയാൻ കഴിയില്ല. പക്ഷെ സച്ചിൻ പൈലറ്റിന് കാര്യമായിട്ടൊന്നും രാജസ്ഥാനിൽ ചെയ്യാൻ കഴിയുന്നില്ല, പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ അല്ലെങ്കിൽ ഇനി പെർഫോം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇതുവരെ കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെ പല സംസ്ഥാനങ്ങളും സംഭവിക്കുന്നു. ആന്ധ്രാപ്രദേശിലേക്ക് ഇതുപോലെയൊന്നും ആയിരുന്നില്ല. കോൺഗ്രസ് എത്രയോ പ്രബലമായ സംസ്ഥാനമായിരുന്നു ആന്ധ്രയിൽ നമ്മുടെ രാജശേഖർ റെഡ്ഡിയുടെ മരണത്തെ തുടർന്നുണ്ടായ അധികാര തർക്കം, ജഗൻമോഹൻ റെഡ്ഡി വേണോ മറ്റാരെങ്കിലും വേണോ എന്ന പ്രശ്നം, അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ കോൺഗ്രസിനെ വിളർപ്പിലേക്ക് നയിച്ചു. ജഗൻമോഹൻ റെഡ്ഡി വേറെ പാർട്ടി ഉണ്ടാക്കി, അങ്ങനെ മാതൃ സംഘടനയെ ദുർബലമാക്കി. അതേസമയത്ത് തന്നെ തെലങ്കാന കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്രത്തിന് വന്ന വീഴ്ച, അതിനെ തുടർന്ന് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടി തുടച്ചു നീക്കപ്പെട്ടു. കാരണം ഈ തെലങ്കാന പ്രശ്നത്തിൽ ഇവർ കൈക്കൊണ്ട നിലപാട്. എന്നാൽ തെലങ്കാനയിൽ അവർക്ക് അധികാരം പിടിക്കാൻ പറ്റുമോ? അതും സാധിച്ചില്ല. അവിടെ തെലങ്കാന രാഷ്ട്രസമിതി പ്രധാനപ്പെട്ട പാർട്ടിയുടെ പേരിൽ അവർ അധികാരം കൊണ്ടുവച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ പലപ്പോഴും ഈ നയപരമായ കാര്യങ്ങളിൽ വരുന്ന വീഴ്ച, ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വരുന്ന അവാന്തം, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. പിന്നെ തിരിച്ചു വരാം അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കളിലേക്ക് പല ഘടകങ്ങളുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ തിരിച്ചടിക്ക് അത് കോൺഗ്രസിന്റെ ദൗർബല്യം മാത്രമോ രാഹുൽ ഗാന്ധിയുടെ ക്ഷീണം മാത്രമോ അല്ല എന്ന് വിചാരിച്ചാൽ തന്നെയും അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസിന്റെ വോട്ട് ബേസ് പോയിട്ടില്ല. രാജ്യത്തെമ്പാടും കോൺഗ്രസ് ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. എല്ലായിടത്തും നിസ്സാരമല്ലാത്ത വോട്ടുകൾ കോൺഗ്രസ് എന്ന പാർട്ടിക്കുണ്ട്. പ്രബലരായ നേതാക്കൾ ഇപ്പറയുന്ന രാഹുൽ ഗാന്ധി അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പലയിടങ്ങളിലും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അവർക്ക് വലിയ വിജയമുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല, സാധിക്കുന്നില്ല. BJPയുടെ വലിയ മുന്നേറ്റത്തിന് മുന്നിൽ അന്തം വിട്ട് നിൽക്കുകയാണ് അവർ. ഇതിനെ എങ്ങനെയാണ് അതിജീവിക്കുക എന്നത് ആലോചിക്കുന്നുണ്ടാകുമോ കോൺഗ്രസ്? ഈ നാട്ടിലടക്കം, ഈ കേരളത്തിലടക്കം അടുത്ത നിര നേതാക്കളെ, നാട്ടുകാർക്ക് മുന്നിൽ കാണിക്കാവുന്ന അതിഗംഭീരരായിട്ടുള്ള നേതാക്കളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? AK ആന്റണിയെ പോലുള്ള നേതാക്കൾ എത്രയോ ചെറിയ പ്രായം തൊട്ട് അധികാര കേന്ദ്രങ്ങളിലുണ്ട്, അധികാര സ്ഥാനങ്ങളിലെത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമുള്ള തലമുറയിൽ അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ എടുത്തു പറയാവുന്ന ആളുകളേ ഇല്ല. ഈ പ്രായം ചെന്ന ആളുകളുടെ മാത്രം അധികാര സ്ഥാനത്തുള്ള പിടിച്ചുനിൽപ്പ് ഈ പാർട്ടിക്ക് ഗുണകരമായ വിധത്തിൽ വന്ന് ഭവിക്കുമോ കാര്യങ്ങൾ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പാരമ്പര്യമുണ്ട്, ഒരു പൈതൃകമുണ്ട്. ആ പാരമ്പര്യവും പൈതൃകവും രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവുമായി ഇഴുകിച്ചേർന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ജയശങ്കർ സൂചിപ്പിച്ചത്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അതിൻ്റെതായ വേരുകളുണ്ട്.
വോട്ട് ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു പൊതുജന സമൂഹമുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും പ്രദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി ആ പ്രാദേശിക വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴികെ കോൺഗ്രസിന് ഇനിയും അധികാരത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത വളരെ വലുതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നാലും, അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നാലും, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വന്നാലും, അതുപോലെ തന്നെ ഏത് തെരഞ്ഞെടുപ്പ് രാജ്യത്ത് എവിടെ വന്നാലും അവിടെയൊക്കെ ഒറ്റ സ്ഥാനാർത്ഥി എന്നുള്ളൊരു മുദ്രാവാക്യം ഞങ്ങൾക്കില്ല. ഈ നരേന്ദ്രമോദിയുടെ കാലം കഴിഞ്ഞാൽ BJP എന്തു ചെയ്യുമെന്ന് അവരെ ആശങ്കപ്പെടേണ്ട കാര്യമാണ്. കാരണം എവിടെ എന്ത് തെരഞ്ഞെടുപ്പ് വന്നാലും ഒറ്റയാളാണ്. മുഖ്യമന്ത്രിയാണോ അത് നരേന്ദ്രമോദിക്ക് വോട്ട് കൊടുക്കുക, കോർപ്പറേഷൻ മേയറാണോ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ച് ഓരോ സംസ്ഥാനങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ്. ഉത്തർപ്രദേശ് തന്നെ എടുക്കുക, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി എത്ര പേര് അവിടെ ജയിച്ചു വന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞോ? ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആക്കാൻ കഴിഞ്ഞോ? MLA-മാരല്ലാത്ത ഡെപ്യൂട്ടി മുഖ്യമന്ത്രിമാർ, MLA അല്ലാത്ത മുഖ്യമന്ത്രി. അതാ ഞാൻ പറഞ്ഞത്, ഈ വോട്ടൊന്നും പ്രാദേശിക തലത്തിൽ ഒരു സംസ്ഥാനത്തെയും നേതാക്കന്മാർക്ക് കൊടുക്കുന്ന വോട്ടല്ല, ഇന്ന് പ്രധാനമന്ത്രി നേടിയെടുക്കുന്ന വോട്ടാണ്. അദ്ദേഹം ജനങ്ങളെ പറ്റിക്കുന്ന കാര്യമാണ് ആനിരാജ പറഞ്ഞത്. അപ്പൊ സനൂഷ് അത് നിർത്താൻ പറഞ്ഞു. അദ്ദേഹം പറയുന്നു VIP ട്രീറ്റ്മെന്റ് ആർക്കും വേണ്ട. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉപേക്ഷിച്ച് സാധാരണ ഫ്ലൈറ്റുകളിൽ യാത്രക്കാരോടൊപ്പം ഒന്ന് സഞ്ചരിക്കട്ടെ. എന്താ, അദ്ദേഹത്തിന് യാതൊരു സെക്യൂരിറ്റി ത്രട്ടുമില്ലല്ലോ. അപ്പോ ഒന്ന് പറയുക, മറ്റൊന്ന് പ്രവർത്തിക്കുക. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വരും എല്ലാ സംസ്ഥാനങ്ങളിലും. മധ്യപ്രദേശിൽ ദിഗ്വിജയ് സിംഗ് 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോഴല്ലേ ഒരു ശിവരാജ് സിംഗ് ചൗഹാൻ വന്നത്. അവിടെയും അധികാരമാറ്റം വരും, യാതൊരു തർക്കവുമില്ല. പഞ്ചാബിൽ വരും, ഛത്തീസ്ഗഡിൽ വരും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തായ്വേരുള്ള പ്രസ്ഥാനമാണ്. പക്ഷെ അവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നമ്മുടെ മുന്നിൽ സമീപ ഭൂതകാലത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് ഈ പറഞ്ഞിടങ്ങളിലെല്ലാം അധികാര മാറ്റം വന്നത് കോൺഗ്രസിന്റെ സർക്കാരുകൾ വലിയ അഴിമതിയിലേക്ക് കൂപ്പുകുത്തിയിട്ടാണ്. ഈ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണെങ്കിൽ തന്നെയും വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നതിന് തെളിവുകളൊക്കെ വന്ന് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന വിധത്തിൽ അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്. പക്ഷേ അതിൽ നിന്ന് പാഠം പഠിച്ചതുകൊണ്ടാകുമെന്ന് തോന്നുന്നു നരേന്ദ്രമോദി സർക്കാർ ഇക്കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പോകുന്നതായിട്ടാണല്ലോ കാണുന്നത്. അത്തരം വാർത്തകളുണ്ടെങ്കിൽ തന്നെ പുറത്ത് വരുന്നുമില്ല. ഈ പറയുന്ന BJP സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഈ ഭരണത്തെ കരുതലോടെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ അഴിമതി പ്രശ്നങ്ങളൊന്നും ചെന്ന് വീണുപോകരുത് എന്ന കരുതലുള്ളതായിട്ട് അവർ അവിടെ നിന്ന് വരുന്ന സൂചനകൾ അങ്ങനെയാണ്. ആ തോന്നൽ ഉണ്ടാക്കുന്നുമുണ്ട്. ശരിയോ തെറ്റോ ആ തോന്നൽ ഉണ്ടാക്കുന്നുമുണ്ട്. ആ അർത്ഥത്തിൽ 10 കൊല്ലം ഭരിച്ചാൽ സ്വാഭാവികമായിട്ട് അവർ വീണുകൊള്ളും എന്ന് വിചാരിച്ചിരിക്കുന്നത് ഗുണകരമാകുമോ? സനൂഷേ, ഒരു മുന്നണി സംവിധാനം ഒരു രാജ്യം ഭരിക്കുമ്പോൾ ആ മുന്നണി സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മന്ത്രിമാർ നടത്തുന്ന അഴിമതിയുടെ പാപഭാരം, പിതൃത്വം എപ്പോഴും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന, ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ കക്ഷി ചുമക്കേണ്ട ഗതികേട് എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഇല്ലേ, നമ്മൾ ആലോചിക്കണം. അതേസമയം ഒരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നു വരികയും അതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളെ ആ സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരം ആളുകൾക്കെതിരെ അന്വേഷണം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം ആളുകളെ ഒരിക്കലും അധികാരത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അത് മനസ്സിലാക്കണം. അതേസമയം മുന്നണി സംവിധാനം ഒരു രാജ്യം ഭരിക്കുമ്പോൾ ആ മുന്നണി സംവിധാനത്തിലെ ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ഉണ്ടാകുന്ന അഴിമതിയുടെ പിതൃത്വം സ്വാഭാവികമായി മുന്നണി ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയിൽ വന്നു ചേരുമെങ്കിലും കോൺഗ്രസ് ഒരിക്കലും ആ അഴിമതിക്ക് കൂട്ടുനിന്നിട്ടില്ല, അതിന്റെ പങ്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആരോപണം ആർക്കെതിരെ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. ആരോപണം ഇപ്പോ ഒരു വ്യവസായമാണ്, അതിന് യാതൊരു മുതൽ മുടക്കും ആവശ്യമില്ല. മറ്റു അതിഥികളിലേക്കും വളരെ പെട്ടെന്ന് വരാം. ചെറിയ ഇടവേളയാണ്. ഡൽഹിയിലടക്കം ചെറിയ തരത്തിലുള്ള രജതരേഖ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടായിട്ടില്ലേ എന്നുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം
ശ്രീ എം ടി രമേശ്, ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വിധി വന്ന സമയത്ത് പി സി ചാക്കോ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് അവിടെ കോൺഗ്രസിന്റെ വോട്ട് ബേസിലേക്കാണ് ഈ പറഞ്ഞ ആം ആദ്മി പാർട്ടി തിരിച്ചു വന്നത്, അവർ കയറി പിടിച്ചത്. ആം ആദ്മി പാർട്ടിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടുന്ന സ്ഥിതി അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ BJP സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങളിൽ പറ്റിക്കപ്പെട്ടു എന്ന് ഏതെങ്കിലും കാലത്ത് നാട്ടുകാർക്ക് തോന്നുകയാണെങ്കിൽ ജനം സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്കാണ് തിരിച്ചു പോവുക. അതുവരെ കാത്തിരുന്നാൽ പോലും കോൺഗ്രസിന് അവരുടെ സുവർണകാലത്തേക്ക് എന്ന പോലെ തിരിച്ചു വരാവുന്ന സാഹചര്യം ഇപ്പോഴും രാജ്യത്തുണ്ട് എന്നാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള ആളുകളുടെ പ്രതീക്ഷ. അല്ല, അങ്ങനെ പ്രതീക്ഷിച്ചില്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനകത്ത് ആരെങ്കിലും ഉണ്ടാവുമോ? കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങനെ പ്രതീക്ഷിക്കുകയും ആ പ്രതീക്ഷ പ്രചരിപ്പിക്കുകയും കോൺഗ്രസ് പ്രവർത്തകന്മാരെ വിശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടത് ആ പണിയാണല്ലോ കോൺഗ്രസ് നേതാക്കന്മാരുടെ പണി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുകക്ഷി ജനാധിപത്യമുള്ള രാജ്യമാണ്. ഇവിടെ തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കണം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ കാര്യങ്ങൾ പറയണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതായി പോകണം എന്ന അഭിപ്രായമൊന്നും BJPക്കില്ല. കാരണം ഒരു ബഹുകക്ഷി സമ്പ്രദായം എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും. അതുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് കോൺഗ്രസ് ഇല്ലാത്ത ഭാരതത്തെക്കുറിച്ചല്ല. കോൺഗ്രസിന്റെ കൈകളിൽ നിന്ന് അധികാരം നഷ്ടപ്പെടുത്തുകയും ആ അധികാരം BJP പിടിച്ചെടുക്കുകയും ചെയ്യണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത്. ഞങ്ങൾ ആ നിലപാടുമായി മുമ്പോട്ട് പോകുന്നു. ഇപ്പോഴേതായാലും കോൺഗ്രസ് പരാജയപ്പെടുന്നു. നാളെ കോൺഗ്രസ് പുനരുജ്ജീവിക്കുമോ ഇല്ലയോ, നാളത്തെ കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, കോൺഗ്രസ് പരാജയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ പാർട്ടിയുടെ ദൗർബല്യമാണ്. ആ ദൗർബല്യം രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള നേതാക്കന്മാർക്ക് അത് പരസ്യമായി സമ്മതിക്കാൻ വേണ്ടി കഴിയില്ല. അവർ ഒരു പക്ഷേ അകത്ത് പറയുന്നുണ്ടാവാം, പക്ഷേ ചില ആളുകളെങ്കിലും വെളിയിൽ പറയുന്നുണ്ട്. ആ ദൗർബല്യം പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം കോൺഗ്രസിന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചോ അവരുടെ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊന്നും പറയാൻ ഞാനാളല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ഇപ്പം നരേന്ദ്രമോദി ഗവൺമെന്റ് 3 വർഷം പൂർത്തിയാകുന്നു. ഈ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ പെർഫോമൻസ് ഓഡിറ്റ് ജനം നടത്തുകയാണ്. ആ ഓഡിറ്റാണ് തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ കിട്ടുന്ന ഫലം. ഞങ്ങൾ വെറും വാചകമടി മാത്രമാണെങ്കിൽ ജനം വോട്ട് ചെയ്യുമോ? ആദ്യത്തെ 1 വർഷം വേണമെന്ന് നിങ്ങൾക്ക് പറയാം. ഗവൺമെന്റ് വാഗ്ദാനങ്ങൾ പറയുന്നു, ജനം അതിന്റെ ഒരു മധുവിധുവിലാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യുന്നു. പക്ഷെ തുടരെ വിജയങ്ങൾ എന്തുകൊണ്ടാണ് BJPക്ക് ഉണ്ടാകുന്നത്? അത് വിലയിരുത്തപ്പെടേണ്ടതല്ലേ? അപ്പൊ ജനം ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന് അവർക്ക് മുമ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച നിരവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് നരേന്ദ്രമോദി ഗവൺമെന്റിൽ വിശ്വാസമുണ്ട്. അപ്പൊ ആ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനല്ല കോൺഗ്രസ് പരിശ്രമിക്കുന്നത്. ഇവർക്ക് പറ്റുന്നൊരു അബദ്ധം, ഇവർ എപ്പോഴും നരേന്ദ്രമോദി എന്ന് പറയുന്ന വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ആണ് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത്. പാർലമെന്റ് കൂടിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് 4 തെറി പറയുക, 4 ബഹളം വെക്കുക, അങ്ങനെ അന്തരീക്ഷം ഉണ്ടാക്കാനാണ്. അതിനു പകരം വസ്തുതാപരമായി കാര്യങ്ങൾ പറയുന്നില്ല. വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറയാതെ എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് BJP ഞങ്ങൾ 3 വർഷത്തെ ഗവൺമെന്റ് പ്രവർത്തനം ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഞങ്ങളുടെ പാർട്ടി സംവിധാനം ഞങ്ങൾ ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ ശക്തിപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കാത്തത് അതിന്റെ ആന്തരികമായ രമേശ്, അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ നരേന്ദ്രമോദി എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും നരേന്ദ്രമോദി എന്ന ഒരാൾ രൂപത്തിന്റെ മേലിലാണ് വിജയം മുഴുവൻ ഉണ്ടാകുന്നത്. അത് പറഞ്ഞാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. നരേന്ദ്രമോദി എന്ന് തകർന്നു പോകുന്നോ അന്ന് നിങ്ങളുടെ പാർട്ടിയും തീരും, കോൺഗ്രസിന് എളുപ്പത്തിൽ തിരിച്ചു വരാമെന്ന. അല്ല, അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി അവർ കാത്തിരുന്നോട്ടെ. അതിനെക്കുറിച്ച് ഞാൻ അത്രയേ പറയുന്നുള്ളൂ. BJP നരേന്ദ്രമോദിയിലൂടെ മാത്രം ഉണ്ടായിട്ടുള്ള പാർട്ടിയല്ലല്ലോ. BJP ഒരു ദശാബ്ദങ്ങളായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഭാരതീയ ജനസംഘത്തിന്റെ കാലഘട്ടം മുതലുണ്ട്. ഒരുപാട് നേതാക്കന്മാർ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും നേതൃത്വ പദവിയിലും എത്തിയിട്ടുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി തന്നെ നേതൃത്വം കൊടുക്കുന്നു. നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും. നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. നരേന്ദ്രമോദി എന്നുള്ളത് BJPയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഉയർത്തിപ്പിടിക്കും. ജനം നരേന്ദ്രമോദിയോടൊപ്പമാണ്. അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അത് കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ജനം വോട്ട് ചെയ്യുന്നില്ല, അവർ ശ്രമിക്കുന്നുണ്ടല്ലോ. ഉത്തർപ്രദേശിൽ ആരാ ക്യാമ്പയിനിങ് നേതൃത്വം കൊടുത്തത്? ഇവർ പറഞ്ഞു നരേന്ദ്രമോദിയാണ് BJPയുടെ ക്യാമ്പയിൻ നേതൃത്വം കൊടുത്തത്. പക്ഷേ കോൺഗ്രസിന് ആരാ നേതൃത്വം കൊടുത്തത്? അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും അല്ലെ എല്ലാ യോഗത്തിലും പ്രസംഗിച്ചത്? അവർ ഒരുമിച്ചല്ലേ പ്രതി നടന്നത്? ജനം അവർക്ക് വോട്ട് ചെയ്തില്ല, ജനം നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തു. അതിന് നരേന്ദ്രമോദിയുടെ അസൂയപ്പെട്ട എന്താ കാര്യം? അതാണ് അടുത്ത ജയശങ്കർ, ഈ രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രങ്ങൾ അവർ പയറ്റുന്നത് വിജയിക്കുന്നു BJPയുടേത് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള നില. കോൺഗ്രസിന് അതിനോട് ഏറ്റുമുട്ടാനേ സാധിക്കാത്ത വിധത്തിൽ അവർ പിന്നോട്ട് പോകുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 10-60 കൊല്ലക്കാലം BJPക്ക് സാധിക്കാതിരുന്ന, അവരുടെ രാഷ്ട്രീയത്തിന് സാധിക്കാതിരുന്ന വിധം ആ രാഷ്ട്രീയത്തെ രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് ഏതായാലും അധികാരത്തിലെത്തിയതിനു ശേഷം സാധിച്ചിട്ടുണ്ട്. അവരുടെ നേതാക്കൾ ഒരു കാലത്തും
രാജ്യത്തിന് മുഴുവൻ നേതാക്കളായി പരിഗണിക്കപ്പെടാതിരുന്ന ആളുകൾ, ദീൻദയാൽ ഉപാധ്യായയുടെ പേരിൽ വളരെയേറെ പദ്ധതികൾ വരുന്നു. അതൊക്കെ ആ രാഷ്ട്രീയത്തെ പ്രചരിപ്പിക്കാൻ, രാജ്യത്തിന്റെ മൊത്തം ഒരു തീമാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുന്നുണ്ട്, അവർ ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന മതേതരത്വം എന്ന കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്ന സംഗതിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ട് ഈ മതേതരത്വം ഒരു ഫേക്കായ സംഗതിയാണ് എന്ന് സ്ഥാപിക്കാനൊക്കെ വളരെ തന്ത്രപൂർവ്വം ശ്രമിക്കുന്നുണ്ട് BJP. അതിൽ ഒരുപാട് വിജയിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇന്നിപ്പോൾ യോഗി ആദിത്യനാഥ് ഈ പറയുന്ന ഗോ സംരക്ഷണം എന്നത് കുറെ കൂടെ അഗ്രസീവായിട്ട് നടപ്പാക്കണം എന്ന് ആ ഗോ സംരക്ഷക പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുന്നതിന്റെ പ്രസ്താവന UP നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ തീർത്തും ബദലായുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തെ എടുത്തു വെക്കുന്നു. അത് രാഷ്ട്രത്തിന്റെ ആകെ തന്നെ രാഷ്ട്രീയ നില ഇതാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് കൂടുതലായിട്ട് ഈ 10-20 കൊല്ലക്കാലം ഇല്ലാത്ത വിധം പരക്കുന്നതായി കാണുന്നുമുണ്ട്. അതിന് വിശ്വാസ്യത കൂടുതൽ ഉണ്ടായി വരുന്ന സാഹചര്യം നാട്ടിലുണ്ട്. ഇനി അങ്ങോട്ട് കോൺഗ്രസ് പരാജയപ്പെട്ടു പോയ ഒരു സംസ്ഥാനത്തും അവർ തിരിച്ചു വന്ന ചരിത്രമില്ല എന്ന് കോൺഗ്രസിനെ പറ്റി പറയുന്ന എല്ലാ ആൾക്കാരും പറയുന്നതാണ്. ഇനി അങ്ങോട്ട് BJPയുടെ കാലമായിരിക്കും. എന്ത് കളി കളിച്ചാലും ഏത് തരത്തിൽ മുന്നോട്ട് പോയാലും കോൺഗ്രസിന് വരാനാവുകയില്ല എന്നൊരു സാഹചര്യത്തെ കാണുന്ന ആളുകൾ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. അവരായിരിക്കുകയില്ലേ ശരി? എന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പും അന്തിമവുമല്ല. ഇപ്പോൾ BJP ജയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സത്യമാണ്. BJPക്കാർ പറയുന്നതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. സനീഷ് പറഞ്ഞാൽ അതിനേക്കാളും മനോഹരമായ ഉദാഹരണമില്ല. നോട്ട് പിൻവലിച്ച് നോക്കുക. 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ച വലിയ ദുരന്തമാണ്. നമ്മുടെ നാട്ടിലെ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതന്മാർ എല്ലാവരും കണക്കുനോക്കി കണ്ടുപിടിച്ചു. എനിക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ധാരണ മാത്രമേ ഉള്ളൂ. BA എക്കണോമിക്സ് സബ്സിഡറി ആയിരുന്ന ഒരു ധാരണയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറയുന്നില്ല. ഈ നോട്ട് പിൻവലിച്ചതിന്റെ സാങ്കേതിക വശമൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ബഹുജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ BJPക്കാർക്ക് സാധിച്ചു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ CPMകാരായിട്ട് പകല് മൈക്ക് വെച്ച് പ്രസംഗിക്കുന്ന ആളുകൾ തന്നെ വൈകുന്നേരം നമ്മളെ കാണുമ്പോൾ പറയും നോട്ട് പിൻവലിച്ച് യഥാർത്ഥത്തിൽ ഒരു നല്ല കാര്യമാണ്. കള്ളപ്പണത്തെ നിയന്ത്രിക്കാൻ, ഈ കള്ളനോട്ടടിക്കാരെ നിയന്ത്രിക്കാൻ വേറെ മാർഗമില്ല. ഈ ഒരു ധാരണ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചു. ഇനി അത് ശരിയോ തെറ്റോ നമുക്കറിയില്ല. ഇപ്പോൾ UP തെരഞ്ഞെടുപ്പ് നടന്നു. വളരെ സാധാരണക്കാരായ ആളുകൾ നോട്ട് പിൻവലിച്ച ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. നമ്മുടെ നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ അഖിലേഷ് യാദവിനും രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം നോട്ട് പിൻവലിച്ചത് ഒരു ചർച്ചാ വിഷയമാക്കിയെന്നുള്ളതാണ്. ആ ചർച്ചാ വിഷയം വന്നപ്പോൾ ജനങ്ങൾ ഇത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്ത എന്തൊരു കാര്യമാണെന്നുള്ള ധാരണയിൽ BJP കൂട്ടുകൊടുത്തു. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോട്ടെ, UP ജനങ്ങൾ താരതമ്യേന നിരക്ഷരരാണ്, വിദ്യാവിഹീനരാണെന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. ഡൽഹിയിൽ എന്തുണ്ടായത്? ഡൽഹിയിലും ഇത് തന്നെ ഒരു ചർച്ചാ വിഷയം. സത്യത്തിൽ ഡൽഹിയിൽ പ്രാദേശിക പ്രശ്നങ്ങളായിരുന്നു ചർച്ചാ വിഷയമെങ്കിൽ BJP തോറ്റു തുന്നം പാടിയത്. കാരണം 3 മുനിസിപ്പാലിറ്റികളിലെയും 3 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെയും ഇവരുടെ ഭരണം വളരെ മോശമായിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിലടക്കം എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെട്ട ഭരണാധികാരികളാണ് വീണ്ടും മത്സരിച്ചത്. പിന്നെ അവരെന്ത് ചോദിച്ചാൽ തന്ത്രപരമായിട്ട് കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച ആളുകൾക്കെല്ലാം സീറ്റ് നിഷേധിക്കുക, പുതിയൊരു സെറ്റ് ഓഫ് സ്ഥാനാർത്ഥികളെ കൂടുതൽ ഹാജരാക്കുകയും ചെയ്തു. അതുകൂടാതെ ആഗോള പ്രശ്നങ്ങളാണ് ചർച്ചാ വിഷയമായത്. ദേശീയ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളാണ്, സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള കാര്യങ്ങൾ. അതല്ലെങ്കിൽ നോട്ട് റദ്ദാക്കിയത് ശരിയോ തെറ്റോ എന്നുള്ള പോയിന്റായിരുന്നു വാദം മുഴുവൻ നടന്നത്. അപ്പോൾ ജനങ്ങൾ നോട്ട് പിൻവലിച്ചതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. നോട്ട് പിൻവലിച്ച പുണ്യകർമ്മമാണെന്ന് ഡൽഹിയിലെ ഇടത്തരക്കാരായ വിദ്യാസമ്പന്നരായ ആളുകളും വിധി എഴുതി. അപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട തീരുമാനിക്കുന്ന BJPക്കാരാണ്. അവർക്ക് ശക്തമായ മെഷീനറി ഉണ്ട്. RSSന്റെ കേഡർ സംവിധാനമുണ്ട്, BJPയുടെ തന്നെ സംവിധാനമുണ്ട്, പണമുണ്ട്, നരേന്ദ്രമോദിയെ പോലെ ശക്തനായ ഒരു നേതാവുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള ഒരു ഘടകവുമില്ല. പണം അടക്കമുള്ള ഘടകങ്ങളിൽ കോൺഗ്രസ് വളരെ പിന്നോക്കമാണ്. ഇപ്പോൾ ഉണ്ണിത്താനൂടെ പങ്കെടുക്കുമ്പോൾ വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡിൽ നിന്ന് കോൺഗ്രസുകാർക്ക് എത്ര രൂപ കിട്ടിയതറിയാമോ? വളരെ കുറച്ച് സംഖ്യയാണ് കിട്ടിയത്. പല സ്ഥാനാർത്ഥികളും വലിയ കടത്തിലാണ് അവസാനിച്ചത്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞത്. അതേസമയത്ത് BJPയുടെ ഓരോ സ്ഥാനാർത്ഥികളും എത്ര രൂപ ചെലവാക്കിയത്? കോൺഗ്രസിനേക്കാളൊക്കെ ഒട്ടും കുറയാത്ത സംഖ്യ, അതിനേക്കാൾ കൂടിയ സംഖ്യ ചെലവാക്കാൻ അവർക്ക് സാധിച്ചു. ഞാൻ അവർ ഇതായിട്ട് പറഞ്ഞില്ല, അവർക്ക് സംവിധാനമുണ്ട്, സൗകര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഈ കോൺഗ്രസിന് വോട്ട് ബേസ് അവിടെ ഉള്ളപ്പോൾ തന്നെ അത് കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന നേതാക്കന്മാരില്ലാത്താണ് കോൺഗ്രസിന്റെ പരാജയം. ഏറ്റവും നല്ല ഉദാഹരണം ബംഗാളാണ്. 35 കൊല്ലം CPMകാരെ അടക്കി ഭരിച്ച ബംഗാളിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല? അവിടെ മമതാ ബാനർജിയെ പോലെ ശക്തിയായ ഒരു നേതാവ്, കോൺഗ്രസ്സുകാരി തന്നെയാണ്, ഖാദറെടുത്ത കോൺഗ്രസ്സുകാരി തന്നെ സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി. ആ ബംഗാൾ ഗവൺമെന്റിന്റെ പരാജയം അതിലെ ക്യാപിറ്റലൈസ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. നന്ദിഗ്രാം പോലൊരു വിഷയം, സിംഗൂർ പോലൊരു വിഷയം ഉണ്ടായപ്പോൾ സിംഗൂരിൽ 23 ദിവസമാണ് അവർ നിരാഹാരം അനുഷ്ഠിച്ചറിയോ? ചെറിയ നിരാഹാരമല്ല, 24 ദിവസം. അവർ മരണവക്രത്തിലെത്തി. അന്ന് രാഷ്ട്രപതി ഇടപെട്ടുകൊണ്ട് മാത്രമാണ് സ്ത്രീ മരിക്കാതെ രക്ഷപ്പെട്ടത്. അപ്പോൾ ശക്തയായ ഒരു നേതാവ്, ജനങ്ങളുടെ ഇമാജിനേഷൻ പിടിച്ചെടുക്കാൻ പറ്റിയൊരു നേതാവ്, അത് വളരെ പ്രധാനമാണ്. പാർട്ടി സംഘടന ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ കോൺഗ്രസിന് അന്യഥാ വോട്ട് ചെയ്യുമായിരുന്ന ആളുകളെല്ലാം തൃണമൂലിന് വോട്ട് ചെയ്തു. CPMനോട് എതിർപ്പുള്ള ആളുകളെല്ലാം തൃണമൂലിന് വോട്ട് ചെയ്തു. മമതാ ബാനർജിയെ ഒരു നേതാവായിട്ട് ബംഗാളികൾ അംഗീകരിച്ചു. അതുകൊണ്ടാണ് ആ പാർട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്.
അതുകൊണ്ടാണ് ആ പാർട്ടി പിടിച്ചു നിന്നത്. അതുകൊണ്ടാണ് 35 കൊല്ലം നീണ്ട ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ മമതാ ബാനർജിക്ക് സാധിച്ചതും സോമൻ മിത്രക്കോ ഗരികാൻ ചൗധരിക്കോ സിദ്ധാർത്ഥ ശങ്കർ റായ്ക്കോ അല്ലെങ്കിൽ ബംഗാളിലുള്ള എപ്പേർപ്പെട്ട ഒരു നേതാവിനും കഴിയാതെ പറ്റാതെ പോയത് അതുകൊണ്ടാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടി നിലനിന്നാണെന്ന് ആഗ്രഹം. ജയശങ്കർ കഴിയാതെ പോകുന്നു എന്ന് പറയുന്നത് ഇവരുടെ ഈ ആത്മാർത്ഥത കുറവ്, കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ഈ ആത്മാർത്ഥത കുറവ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ ആവേശത്തോടു കൂടി ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ട്. എന്നാൽ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നാൽ ഈ പറയുന്നത് പോലെയുള്ള പ്രവർത്തനം പാർട്ടിക്കൊരു ക്ഷീണകാലം വന്നിരിക്കുന്നു. അതുകൊണ്ട് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ ഏത് വിധേനയും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന നേതാക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടോ കോൺഗ്രസ് പാർട്ടിക്ക്? ഇപ്പോൾ AK ആന്റണി ആണെങ്കിൽ തന്നെയും നോട്ട് നിരോധം പോലെ ഒരു രാഷ്ട്രീയ സംഭവം ഉണ്ടായിട്ട് കോൺഗ്രസ് വലിയ ക്ഷീണം എല്ലായിടത്തും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ തോതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകളോ രാഷ്ട്രീയമായ പരിപാടികളോ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ കാണാനില്ല. എന്തുകൊണ്ടാണത്? ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതിയോ? ഒട്ടും അവരുടെ രാഷ്ട്രീയ ജീവിതകാലത്ത് ഒട്ടും പ്രതിസന്ധികളെ നേരിട്ട് വരാത്തത് കൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണോ ഈ AK ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകൾ? AK ആന്റണിയുടെ രാഷ്ട്രീയ പരിചയത്തോ പാരമ്പര്യത്തോ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയോ അല്ലെങ്കിൽ പൂർണ്ണമൊന്നും ചോദ്യം ചെയ്യാൻ ഞാനാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും, അടുത്ത ജയശങ്കർ ആണ് സംസാരിക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കളിലേക്ക് ഞാൻ വരാം. അടുത്ത ജയശങ്കർ. ഞാൻ ശ്രീ AK ആന്റണിയെ ഒരു തരത്തിലും മോശക്കാരനാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് K കരുണാകരനെ പോലുള്ള നേതാക്കന്മാർ, കറപ്പറയ്യ മൂപ്പരാരെ പോലുള്ളവർ, വിജയഭാസ്കർ റെഡ്ഡിയെ പോലുള്ള നേതാക്കന്മാർ ഇന്നില്ല. അതൊരു വലിയ ഘടകമാണ്. രാജശേഖർ റെഡ്ഡിയെ പോലുള്ളവരില്ല. പിന്നെ ഉള്ളത് വീരഭദ്ര സിംഗിനെ പോലുള്ള ആളുകളുണ്ട്, അമരീന്ദർ സിംഗിനെ പോലുള്ളവരുണ്ട്. അങ്ങനെയുള്ള നേതാക്കന്മാരുള്ള സ്ഥലങ്ങളിൽ ജയിക്കുന്നുമുണ്ട്. കാരണം അവർ ഇതിന്റെ 18 അടവും 24 പയറ്റും പഠിച്ച് പാസ്സായ ആളുകളാണ്. അങ്ങനെയുള്ള തന്ത്രശാലികളായ മെയ്യ് കണ്ണാക്കിയ അഭ്യാസികൾ എന്ന് പറയാവുന്ന കരുണാകരനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാരുണ്ടല്ലോ. ഉമ്മൻചാണ്ടി ഏതാണ്ട് നമുക്ക് ആ ഗണത്തിൽപ്പെടുത്താം. അദ്ദേഹം ഒരു തന്ത്രശാലിയാണ്. ജയിക്കാനുള്ള എല്ലാ അടവുകളും അദ്ദേഹത്തിന് അറിയാം, പയറ്റാനും അറിയാം. അപ്പോൾ അതുപോലെയുള്ള നേതാക്കന്മാർ പല സംസ്ഥാനങ്ങളിലും ഇല്ല. ഇപ്പൊ ഗരിഖാൻ ചൗധരി വലിയ നേതാവായിരുന്നു, പക്ഷേ ജ്യോതി ബസുവിനെ തോൽപ്പിക്കാൻ അദ്ദേഹം പോരായിരുന്നു. അതിൽ സോമൻ മിത്രയ്ക്ക് സാധിക്കില്ല, സിദ്ധാർത്ഥ ശങ്കർ റായ്ക്ക് സാധിക്കില്ല. അവിടെയാണ് പറ്റുന്നത്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നേതാക്കന്മാരുണ്ട്. പിന്നെ അതിന് പകരം കൊണ്ടിരുന്ന ആളുകൾ അതിനേക്കാൾ അപ്രാപ്തരായിട്ട് ഇപ്പോൾ ദിഗ്വിജയ് സിംഗിന് പകരം ജ്യോതിരാദിത്യ സിന്ധ്യ കൊടുത്തുകൊണ്ട് എന്താ വിശേഷമുള്ളത്? അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുന്നില്ല. ജ്യോതിരാദിത്യ സിന്ധ്യ കാണാൻ സുന്ദരനായിരിക്കും, പക്ഷെ അതുപോരല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കുക, പാർട്ടിയെ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോവുക, നയിക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല. അവിടെയാണ് കോൺഗ്രസ് പരാജയപ്പെടുന്നത്. അപ്പോൾ വോട്ടർമാരുണ്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറ്റിയ വലിയൊരു വിഭാഗം ആളുകളുണ്ട്. പിന്നെ വയറ്റിപ്പഴപ്പുകാരായ നേതാക്കന്മാരുണ്ട്. ഉണ്ണിത്താൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ 101% യോജിക്കുന്നു. അതെന്തറിയാമോ? SM കൃഷ്ണനെ പോലുള്ള ആളുകൾ, ജാഫർ ഷെറീഫിനെ പോലുള്ള ആളുകൾ, നാരായൺ ദത്ത് തിവാരിയെ പോലുള്ള ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് 90 വയസ്സ് വരെ അതിനകത്ത് നിന്ന് അവരും അവരുടെ കുടുംബാംഗങ്ങളും മക്കളും മരുമക്കളും ഒക്കെ നേതാക്കന്മാരായി മന്ത്രിമാരായതിനു ശേഷം ഈ പാർട്ടിയെ പുറകിൽ നിർത്തുന്ന യൂദാസുകളുണ്ട്. അവരെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോഴും പോസിറ്റീവായുള്ള കാര്യങ്ങളുണ്ട്. ശ്രീ MT രമേശ്, ഈ നരേന്ദ്രമോദി അമിത്ഷാ ലീഡർഷിപ്പിന്റെ താഴേക്ക് നോക്കിയാൽ BJPക്കകത്തും പ്രശ്നങ്ങളുണ്ട്. അധികാരമുള്ള പാർട്ടി എന്ന നിലയ്ക്ക് BJPക്കകത്തും പ്രശ്നങ്ങളുണ്ട്. കർണാടകയിൽ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ചർച്ച തന്നെ തുടങ്ങിയത്. കർണാടകയിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കെതിരെ നടപടിയെടുക്കേണ്ടതായി വന്നു. ഈ പറയുന്ന അമിത്ഷാ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതൃത്വത്തിന് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന തരത്തിൽ BJPക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വളരെയേറെ സാധ്യതകളുണ്ട്. അത് കോൺഗ്രസിന്റെ കാര്യങ്ങൾ വളരെ എളുപ്പമാക്കുകയാണ് ചെയ്യുക. അവർക്ക് രണ്ടാം നിരയിൽ നമ്മൾ എടുത്തു പറയാവുന്ന ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറയുന്ന കുറേയേറെ നേതാക്കൾ ഇപ്പോഴുമുണ്ട്. BJPക്ക് നേതൃത്വത്തിന് എവിടെയാണ് ദാരിദ്ര്യമുള്ളത്? ഞങ്ങളുടെ ദേശീയ നേതൃത്വം നോക്ക്, നിങ്ങൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നേതൃത്വം നോക്ക്, എത്രയെത്ര നേതാക്കന്മാരാണുള്ളത്. സുദീർഘമായ ഒരു നേതാക്കന്മാർ തന്നെ ചുമതലയിരിക്കുന്നല്ലോ. ഇപ്പോൾ നരേന്ദ്രമോദി പാർലമെന്ററി പാർട്ടി നേതാവായി വരുന്നു, അമിത്ഷാ പാർട്ടി പ്രസിഡന്റായി വരുന്നു. അത് വളരെ റീസെന്റ് ആയിട്ടുള്ളതാണ്. അതിന് തൊട്ടു മുമ്പ് പാർട്ടി പ്രസിഡന്റുമാരായിരുന്നുള്ള ആൾക്കാരൊക്കെ അതേ നിലവാരത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ ഓരോ 3 വർഷം കൂടുമ്പോഴും പാർട്ടി പ്രസിഡന്റുമാരെ മാറ്റുന്ന പുതിയ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നത്. ഞങ്ങൾക്കൊരു ഭരണഘടനയുണ്ട്. ആജീവനാന്തം ഒരാൾക്ക് പ്രസിഡന്റായി കഴിയില്ല. നാളെ അമിത്ഷായ്ക്കും ആജീവനാന്തം പ്രസിഡന്റ് ആവാൻ കഴിയില്ല. BJP ഭരണഘടന അനുസരിച്ച് 2 ടേമേ ഒരാൾക്ക് പ്രസിഡന്റാക്കാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ ടേം കഴിഞ്ഞാൽ അമിത്ഷാ മാറേണ്ടി വരും, അവിടെ വേറൊരാൾ വരും. അതുകൊണ്ട് ആജീവനാന്തം അമിത്ഷയാണ് പാർട്ടി പ്രസിഡന്റ്, അങ്ങനെയൊന്നുമില്ല. ഇതൊരു സുദീർഘമായ പ്രക്രിയയാണ്. ഞങ്ങൾക്കതിന് ആവശ്യമായ നേതൃത്വമുണ്ട്. BJP ഒരു വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഏതെങ്കിലും ഒരു നേതാവിനെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. ഇന്നിപ്പോൾ നരേന്ദ്രമോദി പാർട്ടിയുടെ നേതാവാണ്. ആ നരേന്ദ്രമോദി ഞങ്ങൾ മുമ്പിൽ വെക്കും. നരേന്ദ്രമോദിക്ക് കരിഷ്മയുണ്ട്, നരേന്ദ്രമോദിക്ക് കപ്പാസിറ്റി ഉണ്ട്, അദ്ദേഹം ജനങ്ങൾ വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ട് BJP പ്രയോജനപ്പെടുത്തും. അത് എല്ലാ കാലത്തും അങ്ങനെ ആവണമെന്നില്ല.
നാളെ മറ്റൊരാൾ വരും. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഒരു തുടർ പ്രക്രിയയാണ്. ഇതിൽ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. 1980 മുതൽ അടൽജിയുടെ കാലം മുതൽ തുടങ്ങിയതാണല്ലോ. എത്രയെത്ര നേതാക്കന്മാർ ഈ പാർട്ടി ചുമതലയിലേക്ക് വന്നു. അപ്പോൾ അത് ഒരു സുദീർഘമായ പ്രക്രിയയാണ്. നേതാക്കന്മാരെ ദാരിദ്ര്യമൊന്നുമില്ല. ഈ പാർട്ടിയിൽ ഏതൊരാൾക്കും നേതാവാകാം. ഞാൻ പറഞ്ഞല്ലോ, BJPക്കകത്ത് നേതാവാകാൻ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിക്കണമെന്ന ആവശ്യമില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക കളറിന്റെ ആവശ്യമില്ല, ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുടെ ആവശ്യമില്ല. പാർട്ടി സംവിധാനത്തിലൂടെ പടിപടിയായി വളർന്നു വരുന്ന ഏതൊരാൾക്കും BJPയുടെ ഏത് നേതൃപദവിയിലേക്കും എത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രൂവ് ചെയ്ത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വ്യവസ്ഥാപിതത്വം ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ BJPക്ക് അത് വലിയ തോതിലുണ്ട്. ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുക, നേതൃസ്ഥാനത്തേക്കൊക്കെ ആളുകൾ മാറി വരിക, എല്ലാവർക്കും വരാവുന്ന അവസ്ഥ ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങൾ അവർ പാലിക്കുന്നുണ്ട്. അതിന് ഈ RSS എന്ന സംഘടനയുടെ വലിയ നെറ്റ്വർക്ക് കൂടെ അവർക്ക് പിന്നിലുണ്ട്. കോൺഗ്രസിന് ഇല്ലാതെ പോകുന്ന അതാണ്. ഏത് നിലക്കാണ് കാര്യങ്ങളെ കൊണ്ടു നടക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഈ പറയുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് എത്രയോ ഇഴഞ്ഞു നീങ്ങി. KPC പ്രസിഡന്റ് സ്ഥിരം KPC പ്രസിഡന്റ് ആവുക എന്നത് ഇപ്പോഴും സാധ്യമായിട്ടില്ല. എനിക്ക് പറ്റുകയില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു ഉമ്മൻചാണ്ടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ AK ആന്റണി, അദ്ദേഹം അഡ്വക്കേറ്റ് ജയശങ്കർ അത് ഏറ്റുപിടിക്കാൻ തയ്യാറായിട്ടില്ല. എങ്കിൽ തന്നെ എന്റെ ചോദ്യം ബാക്കിയാണ്. ഈ പറയുന്ന AK ആന്റണി ഇതുപോലെ പാർട്ടി അപകടത്തിൽ ചെന്നപ്പെട്ടപ്പോൾ അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊന്നും നടത്തുന്നതായി നാട്ടുകാർക്ക് മുന്നിൽ കാണാനില്ല. അങ്ങനെ എല്ലാ തരത്തിലും വ്യവസ്ഥാപിതത്വമില്ല, വേണ്ട നേതൃത്വ ലീഡർഷിപ്പ് എടുക്കേണ്ടുന്ന സമയത്ത് അത് എടുക്കാത്ത ആളുകൾ, ആത്മാർത്ഥതയില്ലായ്മ, ഇതിനൊക്കെ ഇടയിൽ ഈ BJP ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നതിനിടയിൽ രക്ഷപ്പെടും, അതിജീവിക്കുമെന്നത് വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കുമോ കോൺഗ്രസിന്? കോൺഗ്രസിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഇതിനെ സ്വപ്നമായിട്ടൊക്കെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടനയുടെ ഒരു കോപ്പി ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാം. ആ ഭരണഘടനയിൽ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല നെഹ്റു കുടുംബത്തിൽ നിന്ന് മാത്രമേ കോൺഗ്രസിനകത്ത് പ്രസിഡന്റ് വരാവൂ, മത്സരിക്കാവൂ, വേറെ ആരും പ്രസിഡന്റ് ആകാൻ പാടില്ലെന്ന്. മാത്രമല്ല, കമലാപതി ത്രിപാഠി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ദീർഘകാലം പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ മരണശേഷം നരസിംഹറാവു നെഹ്റു കുടുംബത്തിൽ ജനിക്കാത്ത ആളാണ്. അദ്ദേഹം പ്രസിഡന്റുമായിരുന്നു, പ്രധാനമന്ത്രിയുമായും വന്നിട്ടുണ്ട്. സീതാറാം കേസരി കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നിട്ടുണ്ട്. അപ്പോ കോൺഗ്രസിനകത്ത് നെഹ്റു കുടുംബത്തിൽ നിന്ന് മാത്രമേ പ്രസിഡന്റുമാർ വരുമെന്നോ വരാമെന്നോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഒരിക്കലും എഴുതി. മാത്രമല്ല, എല്ലാവരെയും കുറച്ചു കാലത്തേക്ക് പറ്റിക്കാം, കുറച്ചുപേരെ എല്ലാ കാലത്തേക്കും പറ്റിക്കാം. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാമെന്ന് ആരും ധരിക്കണ്ട. ഇപ്പൊ ഈ പറ്റിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ആയുസ് വളരെ കുറവാണ്. ഞാൻ വളരെ അടിവരയിട്ട് പറയാം, ഒരു ന്യൂനപക്ഷ ഗവൺമെന്റിനെ 10 വർഷക്കാലം നയിച്ച ഒരാളാണ് മൻമോഹൻ സിംഗ്. ഇപ്പൊ നരേന്ദ്രമോദി 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 3 കൊല്ലമല്ല ആയുള്ളൂ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. ജനങ്ങളിതെല്ലാം ഇവർ പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ടോ? ഇപ്പോ സ്വിസ് ബാങ്കിൽ നിന്ന് പണം പിടിച്ച് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം ഇടാമെന്ന് പറഞ്ഞു ഇട്ടോ. അതുപോലെ ഗ്യാസിന്റെ വില കൂട്ടലെന്ന് പറഞ്ഞ് കൂട്ടിയില്ലയോ? പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണ്ണയാധികാരം എടുത്തു മാറ്റി ഗവൺമെന്റിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പൊ 2ന്റെയും പോയില്ലേ? മാത്രമല്ല, ഗ്യാസിന് 28 പ്രാവശ്യം വില കൂട്ടി. ഇവര് പറയുന്നതൊക്കെ എന്താണെന്നും ഇവർ ചെയ്യുന്ന എന്താണെന്നും ഗവൺമെന്റ് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. ഇപ്പോ BJPയുടെ ഒരു നല്ല കാലമാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന് ഒരു ചെറിയ ക്ഷീണകാലമാണ്. പക്ഷേ 2 അംഗങ്ങളിൽ നിന്നാണ് അവർ ഇന്ത്യയുടെ ഭരണത്തിൽ വന്നത്. 54 വർഷം കോൺഗ്രസിന്റെ ഭരിക്കുമ്പോൾ അവർ കാത്തിരുന്നില്ലേ? ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ജനങ്ങളുമായി ഇടപെടുകയും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു നിരാശയുമില്ല. ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തായിട്ട് 3 കൊല്ലമായുള്ളൂ. ഞങ്ങൾ കാത്തിരിക്കും. BJP നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർന്നാൽ ഒരു ജനാധിപത്യപരമായ രാഷ്ട്രത്തിൽ ഒരു മതേതര സമൂഹം ജീവിക്കുന്ന ഇന്ത്യയിൽ കോൺഗ്രസിനെ പോലൊരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മടങ്ങി വരാൻ അനധിവിദൂര ഭാവിയിൽ കഴിയുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ രാഷ്ട്രീയത്തിൽ വന്നത് MLA ആകാനല്ല, മന്ത്രിയാകാനല്ല. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം പഠിച്ചു മനസ്സിലാക്കിയിട്ട് കോൺഗ്രസിനോടുള്ള ആകർഷത കൊണ്ട് മാത്രമാണ് ഞാനൊരു കോൺഗ്രസ് ആയത്. അതുകൊണ്ട് മരിക്കുന്നത് വരെ ഒരു MLAയോ MPയോ മന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ഒന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അവസാന ശ്വാസം വരെ ഒരു കോൺഗ്രസുകാരനായി ജീവിച്ച് ഞാൻ മരിക്കും. അല്ലാതെ ഞാൻ എന്തെങ്കിലും മോഹവുമായിട്ടല്ല ഈ പാർട്ടിയിൽ ചേർന്നത്. എന്തെങ്കിലും മോഹത്തിന്റെ പേരിൽ കയറി വന്നിട്ടുള്ള ആളുകൾ മോഹങ്ങളൊക്കെ സാധിച്ച് അവസാന കാലം മോഹഭംഗം വരുമ്പോ അതിന്റെ പേരിൽ കോൺഗ്രസിനെ കുത്തിയാൽ ആ കുത്തൽ കൊണ്ടൊന്നും ഇന്ത്യയിൽ കോൺഗ്രസ് നശിക്കാൻ പോകുന്നില്ല. തലമുറ മാറ്റം കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ തലമുറ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നു. അത് ഒരു നല്ല സൂചനയാണ്.
അതുകൊണ്ട് ശ്രീ AK ആന്റണി പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു കാലത്തും ഇന്ത്യയുടെ മണ്ണിൽ നശിക്കില്ല. ആരുണ്ട് മരിക്കുന്നു കോൺഗ്രസ് ജീവിക്കുകിൽ, ആരുണ്ട് ജീവിക്കുന്നു കോൺഗ്രസ് മരിക്കുകിൽ. അതുകൊണ്ട് കോൺഗ്രസ് മരിക്കില്ല. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസ് ഇവിടെ ജീവിക്കണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം താങ്കളുടെ പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചതിനും വളരെ നന്ദി. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഉണ്ടാകേണ്ടതാണ്, BJPക്ക് മാത്രമായിട്ട് പോകേണ്ടതല്ല. BJPക്കാർ പോലും പറയുന്നത് ആ പാർട്ടി അവിടെ ഉണ്ടാകണമെന്നാണ്. നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനം മുന്നോട്ട് പോകേണ്ടത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പാർട്ടികൾ നശിച്ചു പോകാതെ തന്നെയാണ്. താങ്കളുടെ പാർട്ടിക്കാരെ ആവേശത്തിലാക്കിയതിന് താങ്കളുടെ പ്രതീക്ഷ ആ മട്ടിൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ അവിടെ നിൽക്കട്ടെ. അത് താങ്കളുടെ പാർട്ടിക്കാർക്ക് സന്തോഷമുണ്ടാക്കുന്നുണ്ട്. വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ MT രമേശ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ശ്രീമതി ആനി രാജ ടെലിഫോണിലെത്തിയതിനും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. അതിനു മുമ്പ് പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. TP സെൻകുമാറിന്റെ നിയമനം ഇനിയും വൈകില്ലെന്ന് സൂചന. ഇന്നത്തെ കോടതി വിധി നാളെ തന്നെ നടപ്പാക്കുമെന്ന് വിചാരിച്ചവർക്ക് നിരാശയുള്ളൂവെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന് അതിന്റേതായ സംവിധാനമുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഗോരക്ഷാ പ്രവർത്തകർക്ക് ഊർജ്ജം പകർന്ന് യോഗി ആദിത്യനാഥ്. മുദ്രാവാക്യങ്ങൾ പോരാ, പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന നിർദ്ദേശം. ഗോസംരക്ഷണത്തിന് കേന്ദ്ര സഹായം തേടുമെന്നും പാർട്ടി യോഗത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. VIP സംസ്കാരം പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നു. അംഗത്വ വിതരണത്തിന് തുടക്കം. സംഘടനാ തെരഞ്ഞെടുപ്പ് ഏറ്റുമുട്ടലാകരുത് എന്ന് AK ആന്റണി. കോൺഗ്രസ് സഹായത്തോടെ മത്സരിക്കുമെന്ന ചർച്ചയ്ക്ക് അവസാനം കുറിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 2-ലധികം തവണ മത്സരിക്കേണ്ട എന്ന CPM കീഴ്വഴക്കം പാലിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ റേഷൻ കടകൾ അടച്ചിടും. അനിശ്ചിതകാല സമരം. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് 14,000-ഓളം റേഷൻ കടകൾ തുറക്കില്ലെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. DGP ഓഫീസിന് മുന്നിലെ നടപടിക്ക് വെള്ളപൂശി പോലീസിന്റെ വിശദീകരണം. മഹിജയുടെ അറസ്റ്റ് നിയമവിധേയം. പ്രശ്നമുണ്ടാക്കിയത് സമരക്കാരെന്ന് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ മ്യൂസിയം SI. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.